السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقومي. أمرتك الخير لكن ما اتمرت به، فما استقمت فما قولي لك استقيمي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ധാരാളം മുസ്ലിം സഹോദരന്മാർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ബിസിനസ് നടത്തുകയും തൊഴിലെടുക്കുകയും സർവരംഗത്തും നിലനിൽക്കുകയും ചെയ്യുന്ന ഈ കൊടുവള്ളി പ്രദേശം നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ മുസ്ലിയാറും അതുപോലെ അധികാരി കുഞ്ഞുമത് ഹാജിയും അങ്ങനെ നേരത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഉണ്ടായിരുന്നു പലരും നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പൊതുപരിപാടിയിൽ ഇങ്ങനെയൊരു പ്രസംഗത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത്. സംഘാടകർക്ക് നീണ്ട സമയം പ്രസംഗിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് വാക്കുകളിലെല്ലാം വ്യക്തമാണ്. പക്ഷേ നമ്മുടെ എല്ലാ സ്ഥലത്തുമുള്ള സംഘാടകരെയും പരിഗണിക്കേണ്ടതുള്ളതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു പരിപാടി കൂടി ഇന്നും ഉണ്ട്. അതുകൊണ്ട്
കുറഞ്ഞ സമയം സംസാരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് ആമുഖമായി പറയും. നീണ്ട പ്രസംഗങ്ങൾ കേൾക്കേണ്ടവർക്കെല്ലാം എല്ലാ വിഷയത്തിലും സീഡികൾ ഉണ്ട്. സ്വസ്ഥമായി പെർമിറ്റ് എടുക്കാതെ 5 പൈസ മുതലില്ലാതെ സൗകര്യത്തിനനുസരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കേൾക്കാം. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും സൂറത്തു തഹരീം, സൂറത്തു നബി എന്നിങ്ങനെ പേരുള്ള സൂറത്തായിരുന്നു സംസാരിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ധാരാളം വിഷയങ്ങൾ പഠിക്കാൻ അതിലുണ്ട്. അല്ലാഹു അക്ബർ. സൂറത്തുൽ കഹ്ഫ് 14 ദിവസം ഇപ്പോൾ പ്രസംഗിച്ചു. എന്നൊന്നും CD ഇറങ്ങിയിട്ടില്ല. അതൊക്കെ CD വെക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കണ്ട. മറിച്ച് ഒക്കെ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളും ചെറിയ തോതിൽ ചുരുക്കി ഒന്ന് പ്രസംഗിച്ച് തീർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അല്ലാഹു ആയുസ് കാലത്ത് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. കുറേ സൂറത്തുകൾ പ്രസംഗിച്ചതുണ്ട്. അതിൽ പലതും നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ മറ്റ് വിഷയങ്ങൾ ഞാൻ ഈ വർഷം വലിയ സന്തോഷമുള്ള ഒരു വർഷമാണ്. കാരണം ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഒതായിയിൽ പ്രസംഗിക്കാൻ പോയി. ഒതായി എന്ന് പറഞ്ഞാൽ ആദ്യമായി സ്ത്രീകൾ പള്ളിയിൽ പോയ സ്ഥലമാണ്. സുന്നത്ത് ജമാഅത്തിന് അവിടെ പള്ളിയും മദ്രസയും ഒന്നും ഇല്ല. പഴയകാലത്ത് കുറ്റ്യാടി ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ 30 കൊല്ലം മുമ്പ് അവിടെ പ്രസംഗിക്കാൻ പോയിട്ട് അവിടെ കാലി കുത്താൻ സാധിച്ചില്ല. അരീക്കോട് നിന്നും മടങ്ങി, അരീക്കോട് വെച്ച് പ്രസംഗിച്ച് മടങ്ങി. ഈ കൊല്ലം അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടനകൾ വളർന്നു. മഹാനായ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയും നേതൃത്വത്തിൽ SYS-ഉം SSF-ഉം നമ്മുടെ എല്ലാ സംഘടനകളും സ്ഥാപനങ്ങളും വളർന്നു. അതുകൊണ്ട് തന്നെ ഒതായിയിൽ ഈ കൊല്ലം പരിശുദ്ധ റബീഉൽ അവ്വലിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടും മൗലിദിന്റെ തെളിവ് പറഞ്ഞുകൊണ്ടും സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടും പ്രസംഗിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അതിന്റെ CD ഉണ്ട്. എന്തിനു സുന്നിയാകണം എന്നാണ് അതിന്റെ പേര്. എന്തിനു സുന്നിയാകണം അത് നിങ്ങളൊക്കെ കേട്ടു നോക്കണം. കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്. സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ഖുമാനിലൂടെ 5 ദിവസവും സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളാണ് പറഞ്ഞത്. അത് കുറ്റ്യാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. അത്തരത്തിലുള്ള പ്രസംഗങ്ങളിലൊക്കെ ആശയപരമായ വിഷയങ്ങൾ വളരെ പ്രമാണബദ്ധമായി ആരെയും ചീത്ത പറയാതെ ആ പരിപാടിയില്ല. കളിയാക്കാതെ, പരിഹസിക്കാതെ, ഇൻസൾട്ടാക്കാതെ അല്ലാഹുവിന്റെ ദീൻ എല്ലാവരും ബോധ്യപ്പെടണം എന്ന നിലക്ക് സംസാരിച്ച ധാരാളം സീഡികൾ ഉണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ വടകര പ്രൊഫസർ മഹ്മൂദ് സാഹിബിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അബുദാബിയിൽ നിന്ന് MA യൂസുഫ് അലി സാഹിബിന്റെ സെക്രട്ടറി വിളിച്ചു. നിങ്ങളുടെ പുതിയ സീഡികൾ സാറിന് കേൾക്കാൻ വേണ്ടി എത്തിച്ചു തരണം എന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് എത്ര വലിയ തിരക്കുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം സീഡികൾ കേൾക്കാൻ വേണ്ടി ചോദിച്ച് വാങ്ങലുണ്ട്. അങ്ങനെ വാങ്ങിയ ഒന്നാണ് ഞാനിപ്പോ പറഞ്ഞു. മിനിഞ്ഞാന്ന് പറഞ്ഞു, ഇന്നലെ ഞാനത് കൊടുത്തയച്ചു. അദ്ദേഹം ആ സെക്രട്ടറി പറഞ്ഞു,
ചീത്ത പറഞ്ഞൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ പരിപാടിയൊന്നുമില്ല. മറിച്ച് നമ്മൾ അല്ലാഹുവിന്റെ ദീൻ, അത് ദീനായി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പറയുകയാണ്. അതിൽ ചിലപ്പോൾ ചില സംഘടനകളെ പരാമർശിക്കും, ആവശ്യത്തിന് മാത്രം. മരുന്ന് എപ്പോഴും കൊടുക്കാനുള്ളതല്ല, രോഗത്തിനനുസരിച്ച് കൊടുക്കാനുള്ളതാണ്. ഭക്ഷണം എപ്പോഴും എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും സീഡികളുണ്ട്. ഇപ്പൊ കുറഞ്ഞ സമയം മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. കുറച്ച് നീട്ടി പ്രസംഗിക്കണമെന്ന് സ്വാഗതത്തിൽ ഒന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ഖൽബിൽ ഈമാനും മഅരിഫത്തും തഖ്വയും നൽകുമാറാകട്ടെ. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകമാണ്. താടിയും തലപ്പാവും വെള്ളക്കുപ്പായവും എനിക്കുള്ളതുകൊണ്ട് എനിക്ക് തഖ്വ ഉണ്ടാകണം എന്നില്ല. മറിച്ച് തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ആ തഖ്വ അല്ലാഹുവിലേക്ക് മാത്രം മനസ്സ് തിരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് ഓടിച്ചെല്ലണം. അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കണം. ഇത് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ അനുസ്മരണ മാസമാണ്. മഹാനായ താജുൽ ഉലമയിൽ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അതുപോലെ മഹാനായ കണ്ണിത്ത് ഉസ്താദും കെ ഉസ്താദുമൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞ സന്ദർഭമാണ്. നാം സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആദരിക്കുന്നു. അവിടെ സംഘടനാ സങ്കുചിതത്വങ്ങൾ നമ്മെ ഭരിക്കാറില്ല, ഭരിക്കാൻ പാടില്ല. ഇൽമിനെ ബഹുമാനിക്കണം, അഹ്ലു ബൈത്തിനെ ആദരിക്കണം. മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു വലിയ ആരിഫും വലിയും ആണ്. ധാരാളം കിതാബുകൾ ശൈഖും ത്വരീഖത്തും മുരീദുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും രചിച്ചിട്ടുണ്ട്. മഹാനവുകൾ രചിച്ച കിതാബുകൾ ശരിക്ക് പഠിക്കുന്ന ഒരാളും വ്യാജ ത്വരീഖത്തിൽ പെട്ടുപോവുകയില്ല. ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ മുമ്പ് ആലന്തറ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആവശ്യത്തിന് അതും പറയണമല്ലോ. മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കുക എന്നത് അവനവന്റെ ഈമാൻ സംരക്ഷിക്കൽ അവനവന്റെ കടപ്പാടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ഞാൻ സംസാരിച്ചത് സൂറത്തു തഹ്രീം അതിലുള്ളൊരായത്താണ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളുടെയും ആൾക്കാരുടെയും ശരീരം നിങ്ങൾ സൂക്ഷിക്കണം. നാറ, നരകത്തെ സൂക്ഷിക്കണം. വഖൂദുഹ അന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് പച്ച മനുഷ്യന്മാരും വലിയ കരിങ്കല്ലുകളും ഗന്ധകക്കല്ലുകളും വലിയ വലിയ കല്ലുകൾ ആണ്. കല്ലുകൾ കത്തിക്കപ്പെടുന്ന ഒരു തീ, പച്ച മനുഷ്യന്മാരെ കത്തിക്കപ്പെടുന്ന ഒരു തീ. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദ്. ആ നരകത്തിനടുക്കൽ നരകവും നിയന്ത്രിക്കാനും നരകം നോക്കി നടത്താനും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് മലായികത്തുൻ ഖിലാദുൻ ശിദാദ്. ഒരൽപ്പവും ദയ കാണിക്കാത്ത, വളരെ കടുപ്പം കാണിക്കുന്ന, ഗൗരവത്തോടെ നിൽക്കുന്ന, ഒരൽപ്പവും അലിവ് കാണിക്കാത്ത മലക്കുകളാണ്. ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന് എതിരായി ആ മലക്കുകൾ ഒന്നും ചെയ്യുകയില്ല. അവർ വലിയ കടുപ്പമുള്ളവരാണെന്ന് പറഞ്ഞതിനാൽ നിങ്ങൾ മലക്കുകളെ തെറ്റിദ്ധരിക്കണ്ട.
അവർ വിശുദ്ധന്മാരാണ്, അവർ ഒരിക്കലും കുറ്റക്കാരല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഗൗസുൽ ആസം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ രാത്രി സമയത്ത് എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞു. ഇത് ഗൗസുൽ ആസമിനെ ഓർമ്മിക്കുന്ന മാസമാണ്. എന്തിനു കരഞ്ഞു? മരണത്തിന്റെ സന്ദർഭം ഓർത്തിട്ട് കരഞ്ഞു. മരണസന്ദർഭം ഓർത്തിട്ട് കരഞ്ഞു. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരെന്ന നിലക്കുള്ളവർക്ക് പോലും ഇല്ലാത്തതുപോലെ തോന്നുന്നു. മരണം ഈ പറയുന്ന നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. 22 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. സുഹൃത്തുക്കളെ, മിനിഞ്ഞാന്ന് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ ആ ചെറുപ്പക്കാരനെയും അതുപോലെ ഈ ആക്സിഡന്റിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ശുഹദാക്കളിൽ പെടുത്തണം റഹ്മാനേ. ഒരപകടത്തിലും നിങ്ങൾ ആരെയും നീ പെടുത്തരുത് റഹ്മാനേ. സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. فجاءت سكرة الموت عليك ما كنت تحيد. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. മഹാനവറുകൾ പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഈ അമയത്ത് എത്തിയപ്പോൾ ആവർത്തിച്ച് മരണവെപ്രാളം വന്നു എന്ന് പറയുന്ന ആയത്ത് ആവർത്തിച്ചു ഓതി പൊട്ടി കരഞ്ഞുപോയി. മഹാന്മാരെല്ലാം മരണത്തെ ഭയപ്പെട്ടു. ഇനി അടുത്ത് ഒരു പ്രസംഗം കേട്ടു. ബഹുമാനപ്പെട്ട മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ഇന്ന് വരെ ഒരു മുജാഹിദും ഒരു ജമാഅത്ത് ഇസ്ലാമിയും അവരെ ഇടിച്ചു താഴ്ത്തി അവർ സിയാക്കളാണെന്നും പിഴച്ചവരാണെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പ്രസംഗം കേട്ടത് വ്യാജ തരീഖത്തുകാരായ ആലുവായിലെ യൂസുഫ് കാക്കാന്റെ ആളുകൾ പ്രസംഗിക്കുന്നതാണ്. സഹോദരന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങളെയും അതുപോലെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും താജുൽ ഉലമയെയും ഖമറുൽ ഉലമയെയും അങ്ങനെ സമസ്തയുടെ ആദ്യകാലം മുതൽ ഇന്നേ വരെയുള്ള എല്ലാ ആലിമീങ്ങളെയും തള്ളിപ്പറഞ്ഞു പ്രസംഗിക്കുന്നു. എന്നിട്ടവർ പറയുന്നു, ഞങ്ങളുടെ കൂടെ യൂസുഫ് ഖാന്റെ കൂടെ കൂടിയാൽ ഒന്നും പേടിക്കണ്ട, പൊട്ടിച്ചിരിച്ച് മരിക്കാൻ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ച് മരിച്ചു എന്ന് ഒറ്റ കിതാബിലുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു പൊട്ടിച്ചിരിച്ച് മരിച്ചു എന്ന് ഒറ്റ കിതാബിലുമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പൊട്ടിച്ചിരിച്ച് മരിച്ചു എന്ന് ഒറ്റ കിതാബിലുമില്ല. ഉസ്മാൻ റളിയല്ലാഹു പൊട്ടിച്ചിരിച്ച് മരിച്ചു എന്ന് ഒറ്റ കിതാബിലുമില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു പൊട്ടിച്ചിരിച്ച് മരിച്ചു എന്ന് ഒറ്റ കിതാബിലില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അടക്കമുള്ള ഒറ്റ വലിയും പൊട്ടിച്ചിരിച്ച് മരിച്ചു എന്ന് ഒറ്റ കിതാബിലുമില്ല. പിന്നെ ഇവർക്ക് മാത്രം ഒരു പൊട്ടിച്ചിരി കിട്ടിയത്? ഞാനിങ്ങനെ ആലോചിച്ചു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ വാചകം എത്ര അർത്ഥവത്താണ്. വൽ ജഹ്ലു കുല്ലുഹു മഫ്സദ, വിവരക്കേട് മുഴുവനും നാശമാണ്. വിവരക്കേട് തരീഖത്തുകളെയും സ്വീകരിച്ചു, എന്നിട്ട് മുഴുവൻ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും നിന്ദിച്ച് പരിഹസിച്ച് അഹങ്കരിച്ച് പ്രസംഗിക്കുന്നു ഈ തരീഖത്തുകാര്. ഞാൻ ഈ അടുത്ത് അവരുടെ പ്രസംഗം സീഡിയിൽ കേട്ടു, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, സുഹൃത്തുക്കളെ, എന്നാൽ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ മഹാന്മാർ, സ്വർഗത്തിലേടെന്ന് പറഞ്ഞ മഹാന്മാർ,
അവര് മരണത്തെ ഭയപ്പെടുകയാണ്. അതേ അതുറത്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സഹാബികളിൽ 30 ആളുകളെ ഞാൻ കണ്ടു. കുല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാ സഹാബികളും എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ ആ മഹാൻ തന്നെയാണ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജാഅതു സക്റത്തുൽ മൗത്ത് എന്നായത്തോതിയിട്ട് വിങ്ങി പൊട്ടിക്കരയുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി 30 സഹാബികളെ ഞാൻ കണ്ടിട്ട് എല്ലാവരും ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിക്കുന്നു. അവരാരും ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നില്ല ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ മഅസൂമാണ്, എനിക്ക് അബദ്ധം വരൂല എന്ന് പറയാൻ ഒരു സഹാബിക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ബാബു ഖൗഫിൽ മുഅ്മിനി മിൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉറു, അറിയാതെ അവന്റെ ഈമാൻ, അവന്റെ കർമ്മം അത് പൊളിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് ഈമാനുള്ളവൻ ഭയപ്പെടുന്നതിൽ പറയുന്ന അധ്യായം എന്ന അധ്യായം കൊടുത്തുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, വയുദ്കറുനിൽ ഹസനി, ഹസൻ റളിയല്ലാഹു അൻഹു എല്ലാ സൂഫിയാക്കളുടെയും എല്ലാ ത്വരീഖത്തിന്റെ ശൈഖന്മാരുടെയും ഗുരുവര്യരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനുൻ വലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖ്. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടിയുള്ളവൻ മുഅ്മിനായിരിക്കും. എനിക്ക് ഈമാനൊന്നും തെറ്റൂല, ഞാൻ ഈമാൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ആളാണ് എന്ന യൂസുഫ് ഖാന്റെ വാചകമുണ്ടല്ലോ, അത് മുനാഫിഖിന്റെ വാചകമാണെന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ വ്യക്തമായി ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നു. എന്റെ ഈമാൻ തെറ്റിപ്പോവില്ല, ഞാൻ മറ്റുള്ളവർക്ക് ഈമാൻ വിതരണം ചെയ്യുന്ന ആളാണ് എന്നാണ് ആ തരീഖത്തിന്റെ യൂസുഫ് ഖാന്റെ വാദം. പാവം ആ യൂസുഫ് ഖാക്കൊന്നും അറിയില്ല, അയാളെ കൂടെ കൂടിയ മുസ്ലിയാമാര് പറ്റിച്ചതാ. അല്ലാഹു തആല അത്തരം മുസ്ലിയാമാരെ ഷർറിൽ ഈ ഉമ്മത്തിനുള്ള കാകട്ടെ. പുല്ലൂക്കര ഉസ്താദിന് ഓർമ്മ വരികയാണ്. പുല്ലൂക്കര ഉസ്താദ് പണ്ട് ഞങ്ങൾ ഓതി പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ചക്ക കട്ടാൽ കുറെയൊക്കെ മുറിച്ചാൽ തിന്നാനുണ്ടാവും, കുറച്ചൊക്കെ പശുവിനും കന്നുകാലിക്കൊക്കെ കൊടുക്കുക, ബാക്കി കുറച്ചൊക്കെ നമുക്ക് തിന്നാനുണ്ടാവും. പക്ഷെ മുട്ട കട്ടാല് പിന്നെ ദുർഗന്ധം കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല, വളരെ ദൂരെ കൊണ്ടുപോയി എറിയണം. ഇതുപോലെ ഞങ്ങളോട് പറഞ്ഞതിന്റെ അർത്ഥം അറിയോ, സാധാരണക്കാർ മോശമായാല് ചക്ക കട്ട പോലെയാ, കുറച്ചൊക്കെ ഗുണം ബാക്കിയുണ്ടാവും. മുസ്ലിയാർ ചീത്തയായാല് പിന്നെ ഒന്നിനും പറ്റൂല, മുട്ട കട്ടത് പോലെയാണ് എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനെയാണ് സംഗതി. ആ പാവം മനുഷ്യനൊന്നും അറിയില്ല, അയാളെ കൂടെ കുറച്ച് മുസ്ലിംമാര് കൂടിക്കൊടുത്ത് അവർ പറഞ്ഞു നിങ്ങൾ കുതുബുസ്സമാനാണ്. പിന്നെ സുബ്ഹാനല്ലാഹ് കുതുബുസ്സമാൻ മഞ്ചേരിയിൽ, സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഒരു വേണ്ട തകളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് അവനവന്റെ ഈമാൻ പോയി പോകുന്നതാണ്. പ്രസംഗിക്കുന്ന ഞാൻ ആലോചിക്കേണ്ടത് എന്റെ ഈമാനിനെ കുറിച്ചാണ്. യൂസുഫ് ഖാൻ ചിന്തിക്കേണ്ടത് യൂസുഫ് ഖാന്റെ ഈമാനിനെ കുറിച്ചാണ്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവനവന്റെ ഈമാനിനെ കുറിച്ചാണ്. ഓ അംഫുസക്കും, ആദ്യം നോക്കേണ്ടത് അവനവന്റെ ശരീരമാണ്. അതുകൊണ്ടാണല്ലോ സഹീഹുൽ ബുഖാരിയിൽ ഞാൻ ഈ പറഞ്ഞ അധ്യായത്തിൽ തന്നെ ഇമാം ബുഖാരി ആദ്യം തന്നെ കൊടുക്കുന്നത് ഖാല ഇബ്രാഹിമു തൈമിയു, വലിയ ബാഗ് പറയുന്ന ആളാണ് ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു,
അതേ മാറത്തു ഖൗലി അലാ അമലി, അല്ലെങ്കിൽ മാറത്തു അമലി അലാ ഖൗലി. ഞാനിങ്ങനെ എന്റെ വാക്കും എന്റെ പ്രവർത്തനവും ഞാൻ എപ്പോഴും ഭയപ്പെടുകയാണ്. ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്നെ ജനങ്ങൾ കളവ് പറയുന്നവരെ ചിത്രീകരിക്കൂലേ? എന്റെ വാക്കിന് വിലയുണ്ടാകുമോ? ഞാൻ മുഖദ്ദബയിൽ പോകൂലേ? സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഇമാം ബൂസരി തങ്ങളും പറഞ്ഞത്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നഫിലൻ ലിദിയുഖൂനി അമർതുകൽ ഖൈറ ലകിൻ മാ തമർതു ബിഹി ഫമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖീലി. പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകൂല. മുത്തനജിസായ വെള്ളം കൊണ്ടൊന്നും കഴുകി വൃത്തിയാക്കാൻ കഴിയൂല. കഴുകുന്ന വെള്ളം തഹൂറായ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാകണം. അതേ നേരെയുള്ള നിഴല് കിട്ടാൻ നേരെയുള്ള വടിയുണ്ടാകണം. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലില്ല. മുത്തനജിസായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ SSFന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ, താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും അടിയറകളാണ് ഞങ്ങളെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും പാവപ്പെട്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്ത് പറയട്ടെ. നമ്മളെല്ലാം وقه دواما بالمحاسبة التي تنهاك تقصيرا جرى وتسقلا. അവനവന്റെ ശരീരത്തോട് കണക്ക് ചോദിക്കണം. എന്റെ ശരീരം നേരെയാണോ ജീവിക്കുന്നത് എന്നെല്ലാവരും കണക്ക് ചോദിക്കണം. നമ്മൾ അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലൂടെ ജീവിച്ച് മരിക്കണം. റബ്ബതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്വൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കണം. എന്താണോ കൽപ്പിച്ചത് അതേ നിലക്ക് ജീവിക്കണം. എന്തിലേക്കാണോ നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് അതേ നിലക്ക് ജീവിക്കണം. കമാ ഉമിർത, നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ജീവിക്കണം. വൽ യസ്തഖിം മൻ താബ ആമന മഅക. ഞാൻ ജലാലിനി അർത്ഥം വായിച്ചു അർത്ഥം പറഞ്ഞതാണ്. ഓ നബിയേ, തങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളവർ, തങ്ങളുടെ കൂടെ വിശ്വസിച്ചിട്ടുള്ളവർ അവരും നേർക്ക് നേരെ ജീവിക്കണം. വലാ തത്വൗ, അതിര് വിട്ട് കടക്കരുത്. എല്ലാ വിഷയത്തിനും അതിർവരമ്പുകളുണ്ട്, അത് വിട്ട് കടക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും നന്നായി സ്വയം തന്നെ കാണുന്നവനും അറിയുന്നവനുമാണ്. പരിശുദ്ധ ഖുർആൻ നടത്തുന്ന ഉത്ബോധനം നമുക്ക് നല്ല ഓർമ്മ വേണം. സുഹൃത്തുക്കളെ, നമ്മൾ സ്വയം നന്നാകണം. മറ്റുള്ളവരുടെ കുറ്റവും കുറവും ചിന്തിക്കുന്നതിന് പകരം ആദ്യമായി നമ്മൾ നമ്മുടെ ദോഷങ്ങൾ എന്ത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. عيب له سلما ولا تكن كذباب بالجروح وقع دون الصحاح من العضاء مستلما. ഈച്ചകൾ രണ്ട് വിധമുണ്ട്. ഒന്ന് തേനീച്ച, ഒന്ന് സാധാരണ ലോക്കൽ ഈച്ച.
ഈ രണ്ട് ഈച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോക്കൽ ഈച്ചകൾ അതിന് ഉത്ബോധനം കിട്ടിയിട്ടില്ല, അവർക്ക് നല്ല ഉപദേശം നൽകുന്ന ഉത്ബോധനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ലോക്കൽ ഈച്ചയുടെ സ്വഭാവം എപ്പോഴും നല്ല ബോഡിയും വസ്ത്രവും നല്ല ശരീരവുമുള്ള ഒരു മനുഷ്യന്റെ ഭംഗിയും അതുപോലെ തന്നെ സൗന്ദര്യവും സുഗന്ധവുമുള്ള സ്ഥലത്ത് ഈച്ച പോയി വീഴൂല. ആ ഈച്ച ആ ശരീരത്തിൽ എവിടെയാണ് ഒരു ചെറിയ പൊട്ടുള്ളത് എന്ന് സംശയം തോന്നുന്നത് അവിടെ പോയിരിക്കും. പൊട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ പൊട്ടിന്റെ മുകളിൽ തന്നെ ഇരിക്കും. അങ്ങനെയാണ്. കാരണം ഈച്ചക്ക് നല്ല ഉത്ബോധനം കിട്ടിയിട്ടില്ല. ഇത് ലോക്കൽ ഈച്ചക്ക്. ഇതേപോലെ നീ ആയിപ്പോകരുത്. ഒരു വ്യക്തി എത്രയോ നന്മ ചെയ്യുന്നു, അപ്പൊ എന്തുണ്ട് കുറ്റമെന്ന് നീ അന്വേഷിച്ച് പൊട്ടെവിടെയുണ്ട്, പൊട്ടെവിടെയുണ്ട്, ചലമെവിടെയുണ്ട്, ചോര എവിടെയുണ്ട്, മലമെവിടെയുണ്ട് എന്ന് നോക്കി നടക്കുന്നു. അത് ലോക്കൽ ഈച്ചയുടെ സ്വഭാവമാണ്. കാരണം ആ ലോക്കൽ ഈച്ചക്ക് മേൽഭാഗത്തു നിന്ന് നല്ല ഉപദേശം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ആ ഈച്ചന്റെ സ്വഭാവം അങ്ങനെയേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് തേനീച്ച അങ്ങനെയല്ല. തേനീച്ചക്ക് അല്ലാഹു അറിയിച്ചു, അല്ലാഹു സന്ദേശം നൽകി. മേൽഭാഗത്ത് ഉത്ബോധനം കിട്ടി തേനീച്ചക്ക്. എന്താ തേനീച്ചക്ക് കിട്ടിയ സന്ദേശം? നീ അധ്വാനിച്ച് സ്ഥാപനം ഉണ്ടാക്കണം. നീ എവിടെങ്കിലും മരത്തിന്റെ മുകളിലോ എവിടെങ്കിലും പോയിട്ട് നീ സ്ഥാപനം ഉണ്ടാക്കണം. ആ സ്ഥാപനത്തിൽ നീ പരമാവധി യാത്ര ചെയ്ത് തേൻ കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ സംഭരിച്ചു കൊണ്ടുവരണം. കുവൈറ്റ് പോയാലും തിരക്കേടില്ല, സൗദി പോയാലും തിരക്കേടില്ല, ഖത്തറിൽ പോയാലും തിരക്കേടില്ല, UAE പോയാലും തിരക്കേടില്ല, മലേഷ്യ പോയാലും തിരക്കേടില്ല, എവിടെ പോയാലും തിരക്കേടില്ല. എവിടെങ്കിലും പോയിട്ട് നീ തേൻ സമ്പാദിച്ചു കൊണ്ടുവരണം യാത്ര ചെയ്ത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് നീ അതൊക്കെ ഈ സ്ഥാപനത്തിൽ അഥവാ നിന്റെ തേനീച്ചക്കൂട്ടിൽ നീ സംഭരിച്ചു വെക്കണം. എന്തിന്? തേനീച്ചക്ക് വേണ്ടിയല്ല. തേനീച്ച മറ്റുള്ളവർക്ക് തേൻ വിതരണം ചെയ്യാൻ. ആ തേനീച്ചക്കും ആ തേനീച്ചയുടെ റാണിക്കും റാണിയുടെ കൂടെയുള്ള പ്രവർത്തകരായ ഈച്ചകൾക്കും ഒരിക്കലും പൊട്ടുമ്പോൾ പോയി വീഴാൻ സമയം കിട്ടൂല. അവർ പൊട്ടുമ്പോൾ പോയി വീഴൂല, അവർ മരത്തിൽ പോയി വീഴൂല. അവർ ആളുകൾക്കുള്ള ഗുണം എന്ത്, നന്മ എന്ത്, പുഷ്പം എവിടെ, തേനെവിടെ, സുഗന്ധം എവിടെ എന്ന് നോക്കി നടക്കും തേനീച്ച. രണ്ടും സംഗതി ഈച്ച തന്നെയാണ്, രണ്ടും ഒരേ വർഗമാണ്. പക്ഷേ ഒന്ന് തേനീച്ചയാണ്, മറ്റൊന്ന് ലോക്കൽ ഈച്ചയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ആരിഫീങ്ങൾ ഔലിയാക്കൾ പറയുന്നത്, ഫത്തിശ് ഉയൂബക ഖബ്ലൽ ഐബക ഐ ഖബ്ലൽ ഐബി വയറക മൻ ഖുല്ലി മിനൻ നാസി മിൻ ഐബിൻ ലഹു സലിമാ. ഒരു ന്യൂനതയും ഇല്ലാത്തവനാരാണടോ? അതുകൊണ്ട് നീ നിന്റെ ന്യൂനത കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കൂ. വലാ തകുൻ കദുബാബിൻ ബിൽ ജുറൂഹി വഖൽ ദുന സിഹാഹി മിനൽ അവാഇ മുസ്തലിമാ. ഈച്ചയെപ്പോലെ ദുർഗന്ധത്തിൽ പോയി വീഴുന്ന സ്വഭാവക്കാരനായി നീ ലോക്കൽ ഈച്ചയെപ്പോലെ അതല്ല. ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വർക്കൽ മുല്ലക്കോയത്തങ്ങളെ കുറ്റം പറയാ, താജുൽ ഉലമാന്റെ കുറ്റം പറയാ, ഖമറുൽ ഉലമാന്റെ കുറ്റം പറയാ. എന്താ കാരണം? ലോക്കൽ ഈച്ചയായിപ്പോയി. തേനീച്ചയുടെ കൂട്ടത്തിൽ പെടാൻ ഭാഗ്യം ലഭിച്ചില്ല. അല്ലാഹു തആല കാക്കട്ടെ. സുഹൃത്തുക്കളെ, ആ ഈച്ചയുടെ സ്വഭാവം എന്താണ്? തേനീച്ച കൊണ്ടുവന്ന് സംഭരിച്ച് സമൂഹത്തിന് നൽകുന്ന വസ്തു, അതേ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു.
അതിന്റെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന വസ്തു കളർ പലതുമാണ്. അതേ സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നില്ലേ ഇഖ്ലാസുള്ള പണ്ഡിതന്മാർ അവരതാ സമൂഹത്തിൽ നൽകുന്നത് നല്ല വെള്ളക്കുപ്പായവും തലേക്കെട്ടും നല്ല വെള്ളത്തുണിയുമൊക്കെ ഉടുത്ത് തഖ്വയോടുകൂടി ദീനീ പ്രവർത്തനം നടത്തുന്ന മുതഅല്ലിമീങ്ങളെ അവരതാ ആ കളറുള്ളവരെ പുറത്തിറക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അതാ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ മിനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈയുടിച്ച് സലാം ചൊല്ലി പരിചയപ്പെടുന്നു. എന്നോട് പറയുന്നു, ഞാൻ സൗദി അറേബ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുടെ പേര് പറഞ്ഞു. ആ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ് ഞാൻ. മർക്കസ് സഖാഫത്ത് സുന്നിയിലെ യതീംഖാനയിൽ പഠിച്ച് ഡോക്ടറായതാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. തേനീച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു തആല മുഖ്തലിഫുൻ അൽവാനുഹു, കളർ വ്യത്യസ്തമായതാണ് അതിന്റെ വയറ്റിന്ന് പുറപ്പെടുന്നതാണ് പറഞ്ഞത്. അതേ ആ ചെറുപ്പക്കാരൻ വെള്ളക്കുപ്പായവും തലേക്കെട്ടുമല്ല, ഡോക്ടറുടെ വേഷമാണ്. അങ്ങനെ കളർ വ്യത്യാസമാണ്. അങ്ങനെ മുഖ്തലിഫുൻ അൽവാനുഹു, തേനീച്ചയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നത് കളർ വ്യത്യാസമായ സാധനം. പക്ഷേ ഫീഹി സിഫാഉൽ ലിന്നാസ്, സർവ മനുഷ്യർക്കും മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ എല്ലാ മനുഷ്യരുടെയും ശാരീരിക മാനസിക രോഗങ്ങൾക്ക് ശമനമുണ്ട്. തേനീച്ച വിതരണം ചെയ്യുന്ന വസ്തുക്കൾക്ക്, തേനീച്ച വളരെ ബുദ്ധിമുട്ടി പല നാട്ടിലും പോയി അതാ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യുന്നതാണ്. തേനീച്ച സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷേ ഈ തേനീച്ചയുടെ തേനെടുക്കുന്ന പലർക്കും ദയയില്ല. അവര് തേനെടുക്കുന്ന സമയത്ത് അധ്വാനിച്ചുണ്ടാക്കിയ ഈ തേനീച്ചയുടെ വല അത് ചിലർ നശിപ്പിച്ചാലേ. അവർ ചിന്തിക്കുന്നില്ല നാളെ ഇതിൽ തേന് കിട്ടും, അവിടെ മൂപ്പരെ കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ചിന്തിക്കുന്നില്ല. അവരതെങ്ങനെ നശിപ്പിക്കണം, നമുക്ക് തേൻ കിട്ടിയാൽ മതി, അത് നശിച്ചാൽ നിരക്കില്ല, തേനീച്ചയെ കൊന്നാൽ നിരക്കില്ല. അങ്ങനെ പലരും തേനീച്ചയെ കൊന്നുകൊണ്ട് തേനെടുക്കുന്നവരുണ്ട് അല്ലേ. അവർക്ക് തീരെ ചിന്തയില്ല, അവർക്ക് തീരെ ബുദ്ധിയില്ല, അവർക്ക് തീരെ ദയയില്ല. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ആരെയും പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് തേനീച്ചകളെ വളർത്തണം. തേനീച്ചകൾക്ക് കൂടുതൽ കൂടുതൽ തേൻ വിതരണം ചെയ്യാനൊരു അവസരമുണ്ടാക്കണം. അതേസമയത്ത് ലോക്കൽ ഈച്ചയോ സുബ്ഹാനല്ലാഹ് എവിടെ വന്ന് വീണ്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കഴിയുന്നത് കുത്തിവെപ്പ് നടത്തിക്കളയണം. കാരണം അതിന്റെ കാലും വലിയ രോഗാണുക്കൾ ഉണ്ടാവും. അത് എവിടെ വന്നോ അവിടെ ഒക്കെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമീമത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഫസാദ് പറഞ്ഞിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ നമ്മളെ ദീൻ നശിപ്പിക്കാൻ ആവശ്യമായതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ലോക്കൽ ഈച്ചയാണ് പോയി വീഴലി രോഗാണുക്കളുള്ള സ്ഥലത്ത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഖ്ലാഖ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. എന്റെ സദസ്സിൽ ധാരാളം ഹാഫിളുകൾ ഉണ്ടാവും. അപ്പൊ ചിലർക്ക് തോന്നും അങ്ങനെ ഒരു സൂറത്തുണ്ടോന്ന്, ചിലർക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരും. അതുകൊണ്ട് പറയാ ഹാഫിളുകൾക്കൊക്കെ അറിയും, അല്ലാത്ത ചിലരുണ്ടാവും. ഹാഫിളുകൾക്ക് തിരിയാതിരിക്കില്ല, അല്ലാത്ത ചിലരുണ്ടാവും. അങ്ങനെ ഒരു സൂറത്തുണ്ടോ എന്ന് സംശയം ഉണ്ടാവും. ഒരു സൂറത്തിന് എന്റെ പല പേരുണ്ടാവും. സൂറത്തു തഹരീബിന് സൂറത്തു നബി എന്ന് പേരുണ്ട്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്ത് ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഹംദല, സൂറത്തു ദുആ, സൂറത്തു ഉമ്മുൽ ഖുർആൻ, ഇങ്ങനെ കുറേ പേരുണ്ട്. ഒരേ സൂറത്തിന് തന്നെ കുറേ പേരുണ്ട്. സൂറത്തുൽ ഹുജറാത്ത് അതിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ അഖ്ലാഖ്, സ്വഭാവം പഠിപ്പിക്കുന്ന സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് 4, 5, 6 സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലാണ് കേട്ടോ. വല്ലാത്തൊരു സംസാരമാണ്, വല്ലാത്തൊരു കലാമാണത്. അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവും റസൂലിന്റെയും മുന്നിലാകുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഒരാളെ വിളിച്ചപ്പോ ഞാൻ ഉസ്താദിന്റെ മുന്നിലാണ്, ഇപ്പൊ ഒന്നും പറഞ്ഞൂടാ. ഒരാള് ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്, അതുകൊണ്ട് ഫോൺ എടുത്തുകൂടാ.
വേറൊരാളും ഞാനിപ്പോ കോടതിയുടെ മുന്നിലാണ്. എന്താ അർത്ഥം? അവിടെ ആവുമ്പോ എനിക്ക് സ്വാതന്ത്ര്യമില്ല, ഞാൻ വളരെ പരിഗണിച്ചിട്ടേ പറയാനും പ്രവർത്തിക്കാനും പറ്റൂന്നില്ലേ അതിന്റെ അർത്ഥം? ഇത് തന്നെയാണ് അല്ലാഹു പഠിപ്പിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ള നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല. നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുന്നിലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെയും മുന്നിലാണ്. അതേ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, ഖുൽ യഅമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങൾ പ്രവർത്തിക്കൂ, അല്ലാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, മഹാന്മാരായ മുഅ്മിനീങ്ങളും നിങ്ങളെ കാണുന്നു. അതേ ഈ ആയത്തിന്റെ തഫ്സീറിൽ മുതഅല്ലിമീങ്ങളെ ഹാഫിദ് ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തിയില്ലേ, മരണപ്പെട്ടു പോയ ആളുകളെ ഖബറിൽ നിന്ന് ലോകത്ത് അവരുടെ ബന്ധുക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരറിയുന്നു. ഹബീബായ നബിയുടെ സംഗതി പിന്നെ പറയണോ? നിങ്ങൾക്കറിയാം, അമിന്നഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫാറൂഖ് അലൈഹിസ്സലാം. ഞാൻ വഫാത്തായതിനു ശേഷം നിങ്ങൾ എവിടുന്ന് എനിക്കാര് സലാം പറയുന്നുണ്ടോ ആ സലാമെല്ലാം മടക്കാനുള്ള സംവിധാനം എനിക്കെന്റെ റബ്ബ് വഫാത്തിന്റെ ശേഷം തന്നിട്ടുണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു. അങ്ങനെ ഏത് കൊടുവള്ളിയിലോ കരുവമ്പയിലോ ഏത് സ്ഥലത്ത് വെച്ച് ആരെന്ത് ചെയ്യും, ആര് സലാം പറയുന്നുണ്ടോ അതെല്ലാം അവിടുന്ന് മടക്കുന്നു, അവിടുന്ന് അറിയുന്നു. ും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഖബറിൽ കാണിക്കപ്പെടുന്നു. ആകയാൽ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിലാണ്, നമ്മളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ലാ തുഖദ്ദിമൂ, നിങ്ങൾ ഒരു വിഷയവും ആ നേതാവും രാജാവും പൊരുത്തപ്പെടാത്തത് ചെയ്തു വെക്കരുതേ. അവര് ചെയ്യുന്നതിന് മുമ്പ്, അവരനുവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തു പോകരുതേ, നിങ്ങൾ മുന്തരുതേ, മുന്തിക്കരുതേ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ ആരിഫീങ്ങൾ തഫ്സീർ പറയുമ്പോൾ പറഞ്ഞതായി നമുക്ക് കാണാം. ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, ഈ ഗുരുവര്യന്മാർക്കാണ് ശൈഖന്മാർ എന്ന് പറയാം. ശൈഖ് എന്ന് പറഞ്ഞാൽ ഉസ്താദ്, ഗുരു എന്നാണ് അതിന്റെ അർത്ഥം. ആ ഉസ്താദുമാർ അവരാരായിരിക്കണം? ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞു, ഇത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസ്സുന്നഹ്. ഖുർആനും ഹദീസും നന്നായി അറിയുന്ന, ഖുർആനും സുന്നത്തും നന്നായി അറിയുന്ന ആലിമീങ്ങളെ നിങ്ങൾ ശൈഖന്മാരായി പിന്തുടരണം, വിവരമില്ലാത്തവരെ പിന്തുടരരുത്. മുഹീദ്ദീൻ ശിഖ്റുല്ലാഹിന്റെ ഖാദിരിയ്യ തരീഖത്ത് അങ്ങനെയാണ്. ഖാദിരിയ്യ തരീഖത്തും നൂറുശക്കാരുടെ അറിവുകേടുകളും എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ച സീഡിയുണ്ട്. പിന്നെ നൂറുശാ തരീഖത്ത് മുജാഹിദിലേക്ക് ഇത് പറഞ്ഞ് അവരുടെ ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ച സീഡിയുണ്ട്. ഒക്കെ മരുന്ന് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുത്തതാണ്. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പഠിപ്പിച്ച തരീഖത്ത് വിവരമുള്ള ആലിമീങ്ങളെ നിങ്ങൾ പിന്തുടരണം. അൽഹംദുലില്ലാഹ്, ഞാൻ ഖാദിരിയ്യ തരീഖത്തിന്റെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഈ അടുത്ത് ജീവിച്ചവരിൽ ഏറ്റവും വലിയ ആലിമായ സയ്യിദായ ഖാദിരിയ്യ തരീഖത്തിന്റെ ശൈഖുൽ മശായിഖ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഫഅല്ലാഹു ദർജതഹു ആമീൻ മഹാനവറുകളിലാണ് വാങ്ങിയത്. അൽഹംദുലില്ലാഹ്, മഹാനവറുകൾ, ഞാൻ മഹാനവറുകളെ
കണ്ടിട്ടുണ്ട്. എപ്പോ? ശരിയത്ത് പ്രസംഗിച്ചു. അവിടുത്തെ BJP പ്രസിഡന്റ് വന്ന്, ഞാനത് താടിയൊന്നും ശരിക്കും ഇത്രയൊന്നുമില്ല, നരച്ചിട്ടില്ല, അല്ല താടിയേക്ക് കുറച്ചിട്ടില്ല. അപ്പോ 4 മണിക്കൂർ പ്രസംഗിച്ച് BJP പ്രസിഡന്റ് വന്ന് ആദ്യം തന്നെ ഒന്ന് കൈതന്നതിന് ശേഷം എന്നോട് ചോദിച്ച് ശരിയത്ത് തന്നെ അർത്ഥം എന്താണ്? ഞാൻ അർത്ഥം പറഞ്ഞു കൊടുത്തു. അയാൾക്ക് വലിയ സന്തോഷമായിപ്പോയി, അയാൾ മടങ്ങിപ്പോയി. അങ്ങനെ എല്ലാ സ്ഥലത്തും ശരിയത്ത് പ്രസംഗിക്കുന്ന ഒരു കാലം. സുഹൃത്തുക്കളെ, ഇന്നലെ ദേശാഭിമാനി പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചു. ദേശാഭിമാനിയിൽ നിന്നൊരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ റിപ്പോർട്ടിൽ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അവര് ഞാന് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു പ്രസ്താവന കൊടുത്തു കിട്ടാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നി എന്നെ വിളിച്ചു. ഏതോ ഒരാളെ പേര് ഞാൻ മറന്നു. യാഗവേദിയിൽ കെട്ടിപ്പിടിച്ച് രാംദേവും സാദിഖ് അലിയും എന്നിട്ടൊരു ഫോട്ടോ ഉണ്ട് ദേശാഭിമാനി. അപ്പോ ഈ കെട്ടിപ്പിടിച്ച ഫോട്ടോവും വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു സയ്യിദാണ്, ഞങ്ങളെ സംഘടനയിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന പണ്ഡിതന്മാരെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കാനുള്ള കാര്യം എന്നോടെന്തിനാണ് ചോദിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മളിങ്ങനെ കാണുന്ന തങ്ങന്മാർക്ക് എന്തുണ്ട് കുറ്റം, ആലിമിയർക്ക് എന്തുണ്ട് കുറ്റം, അവരെവിടേക്കാ പോന്ന്, എവിടെയാ വരുന്നത് നോക്കിയിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് ചെർക്കളം അബ്ദുള്ള കാഫറാണ് എന്ന് പണ്ട് മറ്റേ SYSകാർ ഫത്വ കൊടുത്തിരുന്നു. അങ്ങനത്തെ ഫത്വയൊന്നും നമ്മൾ പറയാറില്ല. അത് എന്റെ ലീഗിന് സമവായം സമസ്തക്ക് സംഘർഷം എന്നുള്ള CD-യിൽ ഞാൻ പത്രമടക്കം വെച്ച് ഇങ്ങനെ കേൾപ്പിക്കുകയും അതുപോലെ തന്നെ അതിൽ ക്ലിപ്പ് വെച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കേട്ടുനോക്കണം. ആ CD എല്ലാവരും കേട്ടുനോക്കണം. സുഹൃത്തുക്കളെ, നമുക്ക് ആ പരിപാടിയല്ല, ഇങ്ങനെ ഓരോരുത്തരെ കുറ്റവും കുറവ് നോക്കി നടക്കുന്ന പരിപാടിയല്ല. നമുക്ക് നമ്മളെ ആഖിറം എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും, നമ്മളെ കൂടെയുള്ളവരുടെ ആഖിറം എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും, അതാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ നമ്മൾ ഏർപ്പാടാണ്. അൽഹംദുലില്ലാഹ്. അബ്ദുൽ വഹാബ് ശറാജി റളിയല്ലാഹു അൻഹുവിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. സയ്യിദാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉപ്പാപ്പാരെ പരമ്പര തീർത്തും കിട്ടിയാലേ ബഹുമാനിക്കൂ എന്ന് പറയുന്ന പതിവ് എനിക്കില്ല. അത് അല്ലാഹു എനിക്ക് ചെയ്ത നിയമത്താണ് എന്ന് അബ്ദുൽ വഹാബ് ശറാജി ലതായിഫുൽ മിനനിൽ പറഞ്ഞു. അങ്ങനെയാണ് അദബും ഗുരുത്വമുള്ള പണ്ഡിതന്മാര് വേണ്ടത്. ഒരാൾ തങ്ങളാണെന്ന് പറയുമ്പോ സെനത് കിട്ടിയാലേ ബഹുമാനിക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, വിവരവുമില്ല അദബുമില്ല എന്ന് മനസ്സിലാക്കണം. വിവരവും അദബുമുള്ള സ്വാലിഹീങ്ങൾ, സൂഫിയാക്കൾ, ആരിഫീങ്ങൾ സയ്യിദാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനം. പിന്നെ സയ്യിദെല്ലാം തെളിഞ്ഞാൽ ബഹുമാനം നിർത്തൂ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, കുറ്റ്യാടിയിൽ ഒരാള് വന്ന് സയ്യിദാണെന്ന് പറഞ്ഞു വന്ന്, എന്തൊരു ഇബാദത്ത്, അത്ര ഇബാദത്തുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ 55 കൊല്ലത്തിലെടുക്കാൻ കഴിയില്ല. ഞാൻ ഏറ്റവും വിവാദത്ത് കണ്ട് പുല്ലൂക്കർ ഉസ്താദിനാണ്. ഉസ്താദിനും ഞാൻ അത്ര ഇബാദത്ത് കണ്ടില്ല എന്ന് പറയാ. രാത്രി എപ്പം വരുമ്പോ മൂപ്പർ നിസ്കരിക്കോ ഖുർആൻ ഓതുകയോ ചെയ്യുന്നു. പകലൊക്കെ എപ്പം ഖുർആൻ പള്ളി മുഴുവൻ എത്തിക്കാം. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ മരുമകനും സ്വന്തം മക്കളെല്ലായിട്ട് ഞാൻ പിന്നെ സംസാരിച്ചു നോക്കുമ്പോ ഇയാളെ പേര് ഇബ്രാഹിം മുസ്ലിയായിരുന്നാണ്. അയാൾ തങ്ങൾ തന്നെയല്ല. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ബുഖാരി കുടുംബത്തിൽപ്പെട്ട തങ്ങളാണ് എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. വെറും തങ്ങൾ എന്ന് പറഞ്ഞാണെങ്കിൽ വടകര മുഹമ്മദായി തങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, മൂപ്പര് സയ്യിദല്ല, ബഹുമാനിച്ച് പറയാണ്. അങ്ങനല്ല, ഇതെന്നോട് ശരിക്കും ഞാൻ ബുഖാരി കുടുംബത്തിൽപ്പെട്ട തങ്ങളാണ് എന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ നമ്മളെ കുണ്ടോട്ടി കോളേജിൽ നിന്ന് പാസ്സായ ബുഖാരിയല്ല. അങ്ങനെ തർക്കമില്ലെന്ന് പിന്നെ അതാ നിൽക്കും, അതുമല്ല. അപ്പൊ സഹോദരന്മാര്, പിന്നെ ഞാൻ അദ്ദേഹം തങ്ങളാണെന്നുള്ളത് എനിക്ക് ബഹുമാനിച്ചില്ല. പക്ഷെ ഞാനിപ്പോ അയാളെ കുറ്റം പറയാറില്ല. കുറ്റം പറയാതെ നമ്മളോട് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ കുറ്റം പറയാറില്ല. അറിഞ്ഞതിന് ശേഷവും ഞാൻ അദ്ദേഹത്തെ ഇൻസൾട്ടാക്കിയിട്ടില്ല. പക്ഷെ തങ്ങളാന്ന് പറഞ്ഞിട്ടുള്ള ബഹുമാനം പിന്നെ കൊടുത്തിട്ടില്ല.
അതുവരെ ബഹുമാനിച്ചതിലേക്കോട്ട് കയറുമില്ല. കാരണം ഞാൻ തങ്ങളാണെന്നുള്ള നിലക്ക് ബഹുമാനിച്ചു കൊണ്ട് അള്ളാഹുവിനറിയും. അള്ളാഹുവല്ലേ, അള്ളാഹുവിന്റെ നോട്ടം എങ്ങോട്ടാ? ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. മനസ്സിലേക്കല്ലേ അള്ളാഹുവിന്റെ നോട്ടം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷറാനി തങ്ങൾ പറഞ്ഞു, ലതായിഫുൽ മിനൻ എന്ന കിതാബുണ്ട്. അബ്ദുൽ വഹാബ് ഷറാനി നിങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത നിയമത്തുകൾ ഇങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കിതാബാണ്. മൂപ്പർക്ക് അള്ളാഹ് ഇത് അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറയാം. നമുക്ക് അതിന് വലിയ മടിയാ. അള്ളാഹ് ഇത് നിയമത്ത് പറയാൻ, വിഷമം പറയാൻ തന്നെ രസാണ്. ഒരു 10 ലക്ഷം ഒരു ദിവസം ലാഭം കിട്ടിയ ഒരു മുതലാളിയെ പോയി കണ്ടിട്ട് അസ്സലാമു അലൈക്കും, ഒരു പാവപ്പെട്ട പെൺകുട്ടീനും കല്യാണമുണ്ട്, ഒരു പവൻ തരുവോ ആചാരം എന്ന് ചോദിച്ചാൽ, ഉസ്താദേ 6 മാസമായി ഒരു പീഡിയക്ക് വാടക കൊടുത്തിട്ട് ഇതുവരെ ഓപ്പൺ ചെയ്യാനായിട്ടില്ല. 28 പീഡിയ വേറെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, 29ാമത്തേക്ക്. അങ്ങനെയാണ് പലരും. നിങ്ങൾ കൊടുവള്ളിയൊന്നും അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിയമത്ത് പറയൂല മനുഷ്യന്മാര്, വിഷമം ഇങ്ങനെ പറയും. അത് സാലിഹീങ്ങളുടെ സ്വഭാവമല്ല. സാലിഹീങ്ങളുടെ സ്വഭാവം നിയമത്ത് പറയലാണ്. ആ പൂതി അല്ലാഹു സാധിച്ചു കൊടുത്തപ്പോൾ ഒരു കിതാബ് രചിച്ചു. സുഹൃത്തുക്കളെ, ആ കിതാബിൽ മഹാനവകൾ പറഞ്ഞതാണ്, ഞാൻ തങ്ങളാണെന്ന് കേട്ടാൽ ബഹുമാനിക്കുകയല്ല, അഡ്രസ് ചോദിക്കാൻ പോകാറില്ല. അത് നമ്മളും തുടരണം എന്ന് ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളോട് പറയുന്നു. ഇതുപോലെ ആരിഫീങ്ങൾക്കൊരു പതിവുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് തങ്ങന്മാര്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഒരു അംശം തങ്ങളുടെ ശരീരത്തിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം നബിയാകുന്നതിന് മുമ്പ് ചെറിയ കുഞ്ഞായിരുന്ന കാലത്ത് കാല് അടിച്ച സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ് സംസം. ആ വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്നുള്ളതിന് ഒറ്റ മുജാഹിദിനും തർക്കമില്ല. കാരണം എല്ലാ മുജാഹിദികളും കെട്ടിക്കൊണ്ടിരുന്നുണ്ട് വരുമ്പോ, ഹജ്ജും കഴിഞ്ഞ് വരുമ്പോ. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കണം അവരോട്. അവരെ നന്നാക്കാനാ, ചീത്തറിയാനല്ല. ഹജ്ജും കഴിഞ്ഞ് വരില്ലേ, അള്ളാഹു നന്നാക്കട്ടെ. അതിനൊരു ചോദ്യം. എന്താ ചോദ്യോ? എന്താ ഈ കൊണ്ടുവന്ന വെള്ളം? സംസം. സംസം തന്നെ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കണം. സംസം തന്നെ അതിന്റെ അർത്ഥം എന്താണ്? സുഹൃത്തുക്കളെ, ചെറിയ ഒരു പിഞ്ചുകുട്ടി നബിയായിട്ടില്ല, നബിയാകുന്നത് 40ാമത്തെ വയസ്സിലാണ്. പക്ഷെ ആ കുട്ടിയുടെ ശരീരത്തിൽ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശമുണ്ട്. ആ കുട്ടി കാലടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചപ്പോ ആ വെള്ളത്തിന് തടാകം കെട്ടി ഒരു വലിയ തണയ പെണ്ണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. ആ തടാകം കവിഞ്ഞ് വെള്ളം ഒഴുകുമ്പോൾ എന്നൂടേകളുടെ തന്റേകൾ ആകുന്ന് ഞാൻ ചൊൽകില്ലാകും അതെന്നോവർ. അതേ, ആ വലിയ തായ പെണ്ണൊരൊറ്റ ഓർഡറാണ്, സം 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 സം. അടങ്ങണം, 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 അടങ്ങണം. പിന്നെ വെള്ളം പൊങ്ങിയിട്ടില്ല. എന്നൂടെ ഏകല്ലൂടേവൻ തന്റേകൾ അകൂന്ന് ഞാൻ ചൊൽകിൽ അകും വെള്ളം ഒഴുകുമ്പോൾ വെള്ളം തന്റേകൾ അകൂന്ന് ഞാൻ ചൊൽകില്ലാകും അതെന്നോവർ. അതേ, ആ വലിയ തായ പെണ്ണൊരൊറ്റ ഓർഡറാണ്, സം 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 സം. അടങ്ങണം, 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 അടങ്ങണം. പിന്നെ വെള്ളം പൊങ്ങിയിട്ടില്ല. എന്നൂടെ ഏകല്ലൂടേവൻ തന്റേകൾ അകൂന്ന് ഞാൻ ചൊൽകിൽ അകും അതെന്നോവർ. അവിടെ നിന്നു വെള്ളം നിന്നു. അതാണ് സംസം എന്ന പേര്. അപ്പൊ അത് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കുറിച്ച് ഖാദി മുഹമ്മദ് തങ്ങളുടെ മാല ശരിയാണ് മുജാഹിദ് അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ പേര് മാറ്റിയിട്ട് പുതിയ പേര്, അങ്ങനെ ഉണ്ടല്ലോ, മദ്രാസ് മാറ്റി ചെന്നൈ നാക്കിയ മാതിരി സംസം വെള്ളത്തിന്റെ പേരൊന്ന് മാറ്റേണ്ടി വരും. അപ്പൊ പിന്നെ ചെന്നൈയോ? ഈ സംസം വെള്ളത്തിന്റെ പേര് മാറ്റിയ ചെന്നൈയോ? ചെന്നൈ അല്ല. ഓ സഹോദരന്മാരെ, അതൊരു വലിയ തണയ പെണ്ണിന്റെ ഓർഡർ. ഔലിയാക്കൾ അങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട ഗൗസുൽ തങ്ങളും തങ്ങളുടെ ത്വരീഖത്തിലുള്ള മശായിഖന്മാരും അങ്ങനെയല്ലേ? തൂവക്കുന്നൊരു സ്ഥലമുണ്ട്.
സിറാജുൽ ഹുദക്ക് അവിടെ ഒരു സ്ഥാപനത്തിന് സ്ഥലമെടുക്കുകയാണ്. തറക്കല്ലിൽ താജുലുലമയും കമറുലുലമയും വിളിച്ചു. രണ്ടാളും വന്ന് തറക്കല്ലിട്ട് സൂഫിയാജിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പോകണം, കൊച്ചിയിലേക്ക് പോകണം. അവർക്ക് പോകേണ്ടത് ലക്ഷദ്വീപിലേക്കാണ്. അപ്പൊ വേഗം ഭക്ഷണമൊക്കെ തയ്യാറാക്കി പെട്ടെന്ന് ഭക്ഷണം കൊടുത്തു. 9 മണി 10 മണി ഏകദേശമായി രാത്രി. ഭക്ഷണം കഴിച്ച് പോകാൻ നോക്കുമ്പോ വീട്ടിൽ നിന്നൊരു ഉമ്മാമ, ഉസ്താദേ എനിക്ക് തങ്ങളോടൊന്ന് പറയാണ്ട്. അപ്പൊ തങ്ങളോട് ഞാൻ പറഞ്ഞ ഒരു ഉമ്മാമക്ക്, വയസ്സായ ഒരു ഉമ്മാക്ക് തങ്ങളോടൊന്ന് പറയാണ്ട്. തങ്ങളവിടെ നിന്ന് ഈ ഉമ്മ പറഞ്ഞു, എന്റെ മകളും ഭർത്താവായിട്ട് ഒരുപാട് ദിവസമായിട്ട് തെറ്റാ തങ്ങളെ, മക്കള് കുറെ ഉണ്ട്, അവളിപ്പോ ഇവിടെയാണുള്ളത്, കുട്ടികളും ഇവിടെയാണുള്ളത്, വേറൊരു കല്യാണം കഴിച്ചിരിക്കുന്നവന് ഒരു നിലക്കും നന്നാകുന്ന മട്ടില്ലാന്ന്. തങ്ങൾ പറഞ്ഞു ഇന്ന് നന്നാവൂ. താജുൽ ഉലമ പറഞ്ഞു ഇന്ന് നന്നാവൂ. ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷെ ഇന്നെങ്ങനെയാ നന്നാകുക? സമയം 10 മണിയല്ലേ രാത്രി. ഇയാള് വേറെ കല്യാണം കഴിച്ചിരിക്കുന്നത്, മക്കളും കുറെ ഉണ്ട്, എന്നിട്ട് തെറ്റിയിരിക്കുന്ന ഈ ഭാര്യയും ഭർത്താവ് ഇങ്ങനെ ഇന്ന് നന്നായാല്. തങ്ങളും ഉസ്താദും പോയപ്പോ വയലിൽ മൂസാൻ തന്നെ മൂസണ്ട് ഇപ്പോഴും ഉണ്ട്. ഒക്കെ ആൾക്കാർ തങ്ങൾ മാത്രമേ വെച്ചിട്ട് ബാക്കിയുള്ളവർ ഇപ്പോൾ ഉണ്ട്. വയലിൽ മൂസ എന്നോട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞില്ല ഇന്ന് നന്നാവുന്നു, ഉസ്താദെ നമ്മളും ചെന്ന് നോക്കാം പുതിയാപ്പളുടെ അടുത്ത്. ഞമ്മന് പോകാനുണ്ട്. പോയി ചെന്നപ്പോ ഇയാള് ഈ പുതിയാപ്പിള മറ്റേ ഭാര്യയും ഇല്ല, മൂപ്പർ ഒറ്റക്ക് അവിടെ എത്തിക്കാതിരിക്കുക. 2 ഭാര്യയും പുറത്തില്ല, ആരുമില്ല, മൂപ്പർ ഒറ്റക്ക. ഞാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ഭാര്യയായിട്ട് ഇങ്ങനെ തെറ്റിയാൻ പറ്റുമോ, കുറെ മക്കളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഉപദേശിച്ചു. ഉസ്താദ് പറയുന്ന ഇന്നെന്നാ നന്നാകുന്നു. അപ്പൊ തന്നെ കുടുംബക്കാര് കൊണ്ടുപോയിട്ട് പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റി കൊടുത്തു. അന്നിന്ന് നന്നായി. അതാണ് താജുൽ ഉലമ. സുഹൃത്തുക്കളെ, പക്ഷേ ഗൗസുൽ ആലമീന മുജാഹിദിന് മനസ്സിലായില്ല. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണ ശ്രുതിമ. ഇങ്ങനെയുള്ള ശ്രീ ശങ്കരാചാര്യരുടെ ആളാണെന്നും ആഖിബത്ത് ചീത്തയായി മരിച്ച ആളാണെന്നും മുസ്ലിമേ അല്ലെന്നും മുജാഹിദ് പ്രസംഗിച്ചിൽ മുജാഹിദ് എഴുതിയില്ലേ, അവരെ മുഖപത്രമായ അൽമനാറിൽ എഴുതിയില്ലേ. ഇതുപോലെ കുറെ മുജാഹിദീങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ സംഘടന എന്റെ പേര് പറയുന്നില്ല, അതൊക്കെ എന്റെ ആ നാദാപുരത്ത CD-യിലുണ്ട്. 4 ആള് കൂടിയിട്ട് SSF-നെതിരെ ഒരു സംഘടന ഉണ്ടാക്കി. 4 നേതാക്കന്മാര്, അതിൽപ്പെട്ട ഒരു നേതാവ് നിങ്ങളുടെ പ്രദേശത്ത് ജുമഅക്ക് മുമ്പ് പ്രസംഗം നടത്തിയ ആളാണെന്നാണ് എന്റെ ഓർമ്മ. സുബ്ഹാനല്ലാഹ്, അന്ന് തന്നെ മുജാഹിദാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഒറിജിനൽ മുജാഹിദ് ഈ രംഗത്ത് വന്നില്ലേ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരുള്ളതുകൊണ്ട് മുജാഹിദായാൽ അതാ നന്മ കിട്ടുമോ? ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരെ പേരിട്ടത് കൊണ്ട് ഒരാൾ നന്നാകുമോ? സുന്നി എന്ന് പേരിട്ടത് കൊണ്ട് ഒരാൾ സുന്നിയാകുമോ? മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുമോ? ഖൽബ് ശുദ്ധിയാകണ്ടേ? സുന്നത്ത് ജമാഅത്തിൽ ഖൽബിൽ വേണ്ടേ? ഔസുല്ലാദം കാഫറാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാകുമോ? മുജാഹിദ് പറയുന്നുണ്ട് നമ്മൾ മുസ്ലിമാണെന്ന്. ചോദിക്കട്ടെ, ഔലിയാക്കളെ കാഫറാക്കിയാൽ ഈമാൻ കിട്ടി മരിക്കുമോ? ഇതുപോലെ താജുൽ ഉലമ, ശൈഖന്മാർക്ക് ശൈഖായ താജുൽ ഉലമ, ആ താജുൽ ഉലമയെ വഫാത്തിന്റെ ശേഷവും അതാ നിന്നിട്ട് സംസാരിക്കുന്ന ഗതികെട്ടവരില്ലേ, ഭാഗ്യം കെട്ടവരില്ലേ. പക്ഷേ അതൊന്നും മുസ്ലിമീങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം അവർ ഇന്നായത്തൈനാക്കൽ കൗസർ പഠിച്ചവരാണ്. ആ സൂറത്ത് 2 ദിവസം ഞാൻ വാങ്ങി പറഞ്ഞിട്ടുണ്ട്. CD വാങ്ങി കേട്ടോ. ഇന്നായത്തൈനാക്കൽ കൗസർ, ഓ നബിയെ, അങ്ങേക്ക് നമ്മൾ ധാരാളം ഖൈർ തന്നിട്ടുണ്ട് നബിയേ. ആ ഖൈറിന് 20-ലധികം തഫ്സീർ പറഞ്ഞിട്ടുണ്ട് ഇമാം റാസി റഹിമഹുല്ലാഹ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ്, ഓ നബിയേ, അങ്ങേക്ക് ധാരാളം ആൺമക്കളെ തന്നിട്ടുണ്ട് നബിയേ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ മക്കളാണ്. എന്ത് എങ്ങനെ തഫ്സീർ പറയാൻ പ്രധാന കാരണം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ.
ഓ നബിയെ, തങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട്. തങ്ങൾ അവലക്ഷണമുള്ള ആളാണ്, ലക്ഷണമില്ല, അവലക്ഷണമുള്ള ആളാണെന്ന് പറയുന്നവരുണ്ട്. കാരണം തങ്ങളുടെ ആൺമക്കളൊക്കെ മരണപ്പെട്ടുപോയി കുട്ടിക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ആൺകുട്ടിയില്ലാത്ത ലക്ഷണം കെട്ട ആളാണെന്ന് നബിയെ തങ്ങളെക്കുറിച്ച് പറഞ്ഞവനുണ്ട്. ആ പറഞ്ഞവനാണ് ലക്ഷണം കെട്ടവൻ, തങ്ങളല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ലോകം കണ്ട പണ്ഡിതന്മാർ, അവരിൽ വലിയ മഹാനാണ് ഗൗസുൽ ആസം തങ്ങൾ. ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാണ് താജുൽ ഉലമ. അത്തരത്തിലുള്ള മഹാന്മാര് അവര് മോശക്കാരാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഓതിക്കൊടുക്കാനുള്ള ആയത്ത് ആ നബി തങ്ങളിലെ എല്ലാ തങ്ങന്മാരെയും ഉപ്പാപ്പയായ എല്ലാ നബിയെയും ഗുരുവര്യരായ ഹബീബായ നബി അവലക്ഷണതാ ലക്ഷണം കെട്ടവനാണെന്ന് പറഞ്ഞവനില്ലേ, അവൻ തന്നെയാണ് ലക്ഷണം കെട്ടവനെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, SOSന്റെ ജില്ലാ കമ്മിറ്റി എറണാകുളത്ത് നബിദിന റാലി സംഘടിപ്പിച്ചപ്പോ അവിടെ പ്രസംഗിക്കാൻ പോയി. എറണാകുളം ഹൈക്കോർട്ടിലെ ജഡ്ജി നമ്മളെ സ്റ്റേജ് മേൽ പ്രസംഗിക്കാൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്മരണിക കൊടുത്തു. പൊന്മള ഉസ്താദ് പ്രകാശനം ചെയ്തു. ആര്? TSK തങ്ങളുടെ സ്മരണിക. ഞാനത് മറിച്ചപ്പോൾ ജഡ്ജിക്ക് കാണിച്ചു കൊടുത്തു. അതിന്റെ 26-ാം പേജ്. അതിലെന്താണുള്ളത്? TSK തങ്ങൾ മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാരെ പരമ്പര. അതിന് 26-ാം പേജ് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ജഡ്ജി സാറോട് പറഞ്ഞു, ഇത് ഞങ്ങളെ നേതാവിന്റെ ഒരു അത്ഭുതമാണ്. കാരണം ഇപ്പോഴും മക്കളുണ്ട് എന്നല്ല, ആ മക്കൾക്ക് ഉപ്പാപ്പ വരെ 1400ഓളം കൊല്ലത്തെ പരമ്പര എണ്ണാൻ കഴിയുന്നു. അങ്ങനെ ഒരു നേതാവ് ലോകത്ത് അമേരിക്കയിലുണ്ടോ? എന്നാൽ അതിനപ്പുറം ഹബീബായ നബി തങ്ങൾ മുതൽ 20 ബാപ്പമാരെ പേര് ഞങ്ങൾ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ മനപ്പാടം പഠിക്കുന്നുണ്ട്. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാസിബ് അബ്ദു മനാഫിം മുന്തസിബ്. അത് വെറുതെ പഠിക്കുകയല്ല, സഹീഹുൽ ബുഖാരിയിലതുണ്ട്. അതിനെ ഗണ്ണിച്ചിട്ട് അതിനെ എതിർത്തിട്ട് ഇവര് വെറുതെ അങ്ങനെ കുറെ ഉപ്പാര പേര് പഠിക്കാണ് എന്ന് പറഞ്ഞിട്ടൊരു മുജാഹിദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അവന് വിവരമില്ല, പടച്ചവൻ വിവരം കൊടുത്ത് നന്നാക്കട്ടെ. സഹീഹുൽ ബുഖാരിയില 20 ബാപ്പമാരെ പേരുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു നേതാവ് വേറുണ്ടോ? അത് ഞാൻ ജഡ്ജിക്ക് കാണിച്ചു കൊടുത്തു. ജഡ്ജി പൊന്മള സാഹിന്റെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ ജഡ്ജിനോട് പറഞ്ഞു, സാറിന് ഫയലൊക്കെ നോക്കാണ്ടാവില്ലേ, സാറിന് കാത്തിരിക്കേണ്ട പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്തായ ഒരു ജഡ്ജിയാണ്. അയാൾ ഇതിനെങ്ങനെ ചീർന്നിട്ട് സമയം പോക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അയാളോട് പറഞ്ഞ, അയാൾ എന്നോട് ഞാൻ ഇയാളെ പ്രസംഗം കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച മൂപ്പര് തെരീക്കത്തിനെ പറ്റി മറ്റോ പഠിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും വിചാരിച്ചു. പൊന്മള ഉസ്താദിന്റെ പ്രസംഗം കഴിയുന്നത് വരെ മൂപ്പര് ഇരുന്ന് കേട്ട് പ്രസംഗം കേട്ട് പോകുമ്പോ പറഞ്ഞ്, ഇതേപോലെ എല്ലാരും പറഞ്ഞാൽ എത്ര സമാധാനം ഉണ്ടാവും ലോകത്ത് എന്ന് പറഞ്ഞ് ജഡ്ജി പോയി. ഞാൻ പറഞ്ഞു വന്നത് തങ്ങന്മാര്, ആ തങ്ങന്മാർക്ക് ഹബീബായ നബി തങ്ങൾ വരെയുള്ള പേര് പറയാൻ കഴിയും. ഇത് വെറും TSK തങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ പോയിട്ട് കൊയിലാണ്ടി പോയിട്ട് സയ്യിദ് അലിബാബയ്ക്ക് തങ്ങളോട് ചോദിച്ചാൽ ബാബയ്ക്ക് തങ്ങളുടെ കുടുംബ പരമ്പര കിട്ടും. പാണക്കാട് പോയി ചോദിച്ചാൽ പാണക്കാട് തങ്ങന്മാരെ കുടുംബ പരമ്പര കിട്ടും. നിങ്ങൾ മൈദനിൽ പോയിട്ട് ഖലീൽ തങ്ങളോട് ചോദിച്ചാൽ ബുഖാരി സയ്യിദന്മാരെ കുടുംബ പരമ്പര കിട്ടും. തങ്ങന്മാർക്കൊക്കെ കിട്ടും. എന്നാൽ ഒരു തങ്ങളെ കയ്യിൽ അതില്ലെങ്കിലോ അയാൾ തങ്ങളല്ലാനാ? ഒരു തങ്ങളെ കയ്യിൽ ഇതില്ല എന്നാൽ അയാൾ തങ്ങളല്ലാനാ? അതുകൊണ്ടാണ് ഈ മഹാനായ അബ്ദുൽ വഹാബ് സറാനി തങ്ങൾ പറഞ്ഞത്, തങ്ങളാണെന്ന് പറയപ്പെട്ടാൽ ഞാൻ ബഹുമാനിക്കും. അതാണ് എന്റെ പതിവ്. അല്ലാഹ് എനിക്ക് തന്ന നിഅമത്താണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെയും പെടുത്തി തന്നു. ഔലിയാക്കളെ വഴിയിൽ, ഇമാമിങ്ങളെ വഴിയിൽ പെടുത്തി തന്നു. അല്ലാഹുവേ, ഈ വഴിയിൽ നിന്ന് ഞങ്ങൾ ആരെയും നീ തെറ്റിക്കരുത് റഹ്മാനേ. വടകര മുഹമ്മദ് ഹാജി തങ്ങള്
ഞാനൊരു ദിവസം വീട്ടിൽ പോയി. വലിയ പ്രശ്നമുള്ള സമയ, എല്ലാ സ്ഥലത്തും ഏറ് കിട്ടുന്ന സമയ. കൊടുവള്ളിയാമെന്ന് പ്രസംഗിച്ചപ്പോ 4 ഉരുളം കല്ലോണ്ട് ഏറ് കിട്ടിയിട്ടൊരു മുസ്ലിയാരെ തലേന്ന് ചോരങ്ങനെ പമ്പ് ചെയ്ത് ഞാൻ കണ്ടതാ അക്കാല. സുഹൃത്തുക്കളെ, എന്നോട് ഞാനിങ്ങളെ വയത് കേസറ്റ് കേൾക്കലുണ്ട്, പക്ഷേ പയ്യോളി ഞാൻ വരാതിരുന്നത് അവിടെ കൂക്കു വേറൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഒരു പയ്യോളി വന്നിരുന്നില്ല. കാന്തപുര ഉസ്താദും ഞാനൊക്കെ ഉണ്ടായിരുന്നു പ്രസംഗിക്കാന്. പ്രസംഗം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ ഹിക്മത്താണല്ലോ, ഉസ്താദിന്റെ ഹിക്മത്ത് ആണല്ലോ പലർക്കും വല്ലാത്ത ബേജാറുണ്ടാക്കുന്ന സംഗതി. അല്ലാഹു തആല അവിടത്തേക്ക് ബുദ്ധിയും ഹിക്മത്തും ഇൽമും തൗഫീഖും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദിനെ കൂക്കുളിക്കാനും കല്ലെറിയാനും ഒരു കൂട്ടർ കാത്തിക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു, എനിക്ക് വളരെ പെട്ടെന്ന് വടകരയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് പോകാനുണ്ട് എന്ന് പറഞ്ഞു. പൂക്കളിക്കാനും കല്ലെറിയാനും വന്നവരൊക്കെ വടകര ഭാഗത്ത് പോയി കാത്തുന്നു. ഉസ്താദ് കാറിൽ കയറിയിട്ട് കോഴിക്കോട്ടേക്ക് പോരി. അപ്പൊ പിന്നെ പിറ്റേന്ന് കാന്തപുരം കള്ളത്തരം എന്ന് പറയില്ല, കാന്തപുരം വടകരയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോകാനുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്ന സമയം ഉണ്ണികൃഷ്ണനെ കാണാനാ പോകുന്നത്. അതാ സംഗതി. ഉസ്താദ് പറഞ്ഞ സത്യ. പക്ഷേ ഇവരെന്ത് ചെയ്ത് അപ്പുറത്ത് പോയി കാത്തുനിർത്തിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, വടകര മുഹമ്മദായ തങ്ങളെ വീട്ടിൽ പോയി ഞാൻ. കാരണം എന്റെ നാട്ടിൽ ചെടി ഇട്ടിട്ടൊരു മദ്രസ തുടങ്ങുകയാണ്. കാരണം നമ്മളെ മദ്രസയിൽ എല്ലാം കൂടി അവിടെ നോക്കുമ്പോ ജനറൽ ബോഡിയിൽ അന്ന് ചെന്ന് നോക്കുമ്പോ ഞാൻ റോട്ടുമുക്കൂടി ഇങ്ങനെ പോകുമ്പോ അന്യനാട്ടുകാരായ കുറെ ആൾക്കാർ നമ്മളെ മദ്രസേന്റെ പോലായി. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായി ഇത് കുടുംബത്തിനെ തല്ലിക്കാനുള്ള പരിപാടിയാണ്. അല്ലെ, അന്യഘടനത്തിന് നമ്മളെ പള്ളിയുടെ മദ്രസേന്റെ ജനറൽ ബോഡിക്ക് വരുന്നത്. ഞാൻ നമ്മളാൾക്കാരോട് പറഞ്ഞു, നമ്മൾ തല്ലിനും കുത്തിനൊന്നും പോണ്ട, നമ്മൾ കുടുംബങ്ങളും അതുപോലെ അയൽവാസികളും തമ്മിൽ തല്ലണ്ട. അങ്ങനെ തല്ലിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മുസ്ലിംമാരുണ്ടാവും. അള്ളാഹു അവരെ നന്നാക്കട്ടെ എന്ന് വരക്കുക. നമ്മളിങ്ങനെ തല്ലുണ്ടാക്കാൻ പോണ്ട, നമുക്ക് വേറൊരു മദ്രസ ഉണ്ടാക്കാം. അപ്പൊ ഒരു അജുമ സ്ഥലം തന്നു. അങ്ങനെ ഓലശെട്ടി കെട്ടിയിട്ട് കുഞ്ഞമ്മാജിന്റെ പറമ്പിൽ മദ്രസ തുടങ്ങാണ്. അത് വടകര മുന്നായിട്ട് അവർക്ക് തുടങ്ങിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ തങ്ങളെ വീട്ടിൽ കൂട്ടാൻ പോയത്. എന്റെ അടുത്ത് സ്വന്തം കാറൊന്നുമില്ല. അഹമ്മദിന്റെ മാരുതി കാർ തൽക്കാലം കടന്നിട്ട് അവൻ കൊണ്ടുപോയതാ. ചെന്ന് ഇതൊക്കെ പറഞ്ഞപ്പോ സമയം പോകും, എന്താ പറയണ്ട, സമയം പോകും. ഇതും കുറച്ചൊക്കെ പറയണം. നമ്മൾ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ കുറച്ച് പഠിക്കണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന എങ്ങനെ ഇവിടെ വളർത്തിയത്, എങ്ങനെ വളർന്നത്, എങ്ങനെ ആയതൊക്കെ ഇപ്പൊ ചില ആളുകൾ പെട്ടെന്ന് രംഗത്ത് വന്ന് 4 സ്റ്റേജ് കയറിയാൽ പിന്നെ അതോടുകൂടി അതാ സുന്നത്ത് ജമാഅത്തൊക്കെ നമ്മളെ കയ്യിലാണ് തെറ്റിദ്ധരിച്ച് അഹങ്കരിച്ചു പോകുന്ന സൂക്കേടുണ്ട് ഇപ്പോ. അതുകൊണ്ട് കുറച്ചൊക്കെ പറയുന്നു. സുഹൃത്തുക്കളെ, വടകര മുഹമ്മദായ തങ്ങളോട് ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിൽ വന്നിട്ട് മദ്രസ തുടങ്ങിത്തരണം. മുസ്ലിയാരെ, നിങ്ങളെ പുല്ലൂക്കരെ നോദിക്കൊള്ളി, പുല്ലൂക്കരെ നോദിക്കൊള്ളി. നിങ്ങൾ AP-ന്റെ കൂടെ അറിഞ്ഞ പൈസ ഇട്ടൂലാതെ. ഞാൻ മനസ്സിലാക്കി പറഞ്ഞു, പൈസ ഇട്ടൂലാല് ഈമാനും തത്വം കിട്ടൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞ് പൈസ ഇട്ടൂലെന്നല്ലേ, നമ്മൾ പൈസക്ക് വേണ്ടിയില്ല പണിയെടുക്കുന്നത്. ഞാനത് കേട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ, തങ്ങൾ വരാണ്ട് വീട്ടിലാണ്. അവസാനം പോന്ന് ഞാൻ ചീനെന്താ പേരുണ്ട്. അപ്പൊ പോന്ന പോക്കിൽ കണാരണ്ടി അഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല എന്തായി പറയുന്നത്. കണാരണ്ടി അഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോ നമ്മളെ നാട്ടിലൊരു ദർസുണ്ടായി. ആ ദർസിലെ മുദരിസിനെ രാവിലെ പിരിച്ചുവിട്ടിരുന്നു. പിരിച്ചുവിട്ടപ്പോ ഈ മുദരിസിനെ കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തൊരു ചെറിയ പള്ളിയുണ്ട്, ആ പള്ളി കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രവർത്തകന്മാര്. അപ്പൊ അതിന്റെ ദർസ് തുടങ്ങാൻ വേണ്ടി കണാരണ്ടി അഹമ്മദ് മുസ്ലിയാരെ ക്ഷണിക്കാൻ പോയി നമ്മളെ നാട്ടുകാർ. മൂപ്പരപ്പം തന്നെ വന്നിട്ട് ഈ ദർസ് 2ാമത്തെ പള്ളിയിൽ തുടങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഇതാ മൂപ്പരിങ്ങനെ ഞാൻ കണ്ട സമയം എന്റെ നാട്ടിൽ ഇങ്ങനെ ദർസപ്പുറത്ത് പിരിച്ചുവിട്ടവും ഞാൻ അറിയില്ല, തുടങ്ങിയറിയില്ല. ഞാൻ മലപ്പുറത്ത് ഒരു പരിപാടി കഴിഞ്ഞ് പോയതാ. ഇതൊന്നും ഇന്നത്തെ മൊബൈലൊന്നും ഇല്ലാത്ത കാലല്ലേ. അപ്പൊ ഇങ്ങനെ കണാരണ്ടി എന്റെ നാട്ടിൽ വന്നിട്ട് ദർസ് ഉൾക്കാണ്ട് ഇത് പോയിരിക്കുന്നത്. അതാ മൂപ്പരി പോകുന്ന സമയത്തൊക്കെ കണാരണ്ടി അഹമ്മദ് മുസ്ലിം കണാരണ്ടി അഹമ്മദ് മുസ്ലിം ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു മദ്രസക്ക് എന്താ പേരുണ്ട്. കണാരണ്ടിനോട് ചോദിക്കുന്നത്. മൂപ്പരോട് ചോദിച്ചപ്പോ അയിനുൽഹുദാന്റെ പേര് പറഞ്ഞു. ഇപ്പം പേരത് തന്നെ അയിനുൽഹുദാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വടകര മുഹമ്മദാജി തങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കളാ, CM വലിയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളാ. അള്ളാഹു അവർക്കൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, കുറെ ദിവസം കഴിഞ്ഞ് ഓർക്കാട്ടൊരു പരിപാടി കഴിഞ്ഞ് താജുലുലമണ്ട്, ഖമറുലുലമണ്ട്,
വിനീതനായ ഞാനുണ്ട്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് വടകര ഒരു ഹോട്ടലിൽ വന്ന്, കാരണം ഒരു പുരയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനാവില്ല, വേറോടേറാ. ബ്ലൂ സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന്, തങ്ങൾക്കും ഭക്ഷണം അവിടെ, ഉസ്താദിനും ഭക്ഷണം അവിടെ തന്നെ, വടകരമായ തങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം അവിടെ പോയിരുന്നു. വടകര വരുന്നത് നോക്കുന്നുണ്ട് ഉസ്താദ് എന്നോട്, ഞാൻ കാത്തുനിന്ന് വരുന്നില്ല, ആകെ ബേജാറായി. അപ്പം ഒരു 5 കുഞ്ഞമ്മ ഹൗസിലാരോ ഇറങ്ങി എന്നോട് പറഞ്ഞ് ഭയങ്കര ചൂടിലാണ്. ഞാൻ എന്താ ചൂട്? അത് ഇശായിന്റെ സമയത്ത് നമ്മൾ പ്രസംഗം തുടർന്നല്ലോ, മൂപ്പർക്ക് നിസ്കരിക്കാനായിട്ടില്ല, സമയമായ അപ്പം നിസ്കരിക്കണം, അത് നിസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ചൂടാണ്, അതുകൊണ്ട് നിസ്കരിക്കാനാ വേളൊരുന്ന് ചോദിച്ചു ഭയങ്കര ചൂടിലാണ്. എന്താന്ന് വെച്ചാൽ ഏതോ ഒരു പള്ളിയിട്ട് നിസ്കരിക്കാൻ കയറിക്കുന്നതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പം നമ്മൾ കൂടെ കാത്തുക്കാൻ, ഞാൻ ഇങ്ങനെ കാത്തു. കുറെ കഴിഞ്ഞപ്പോ മൂപ്പര് വന്നിറങ്ങി, ഞാൻ വല്ല അസ്സലാമു അലൈക്കും, ആരാ പേരോടാ, ഇപ്പൊ എടുക്കുന്ന പണി തന്നെ എടുത്തോട്ടോ. അപ്പോഴാ പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി, പണ്ട് പറഞ്ഞ ഏറ്റിട്ടോട് കൂടിയാ പൈസ കിട്ടൂല, അതിന്റെ ബാക്കി പിന്നെ എന്നാ പറഞ്ഞത്, എന്ത് ഇപ്പൊ എടുക്കുന്ന പണി തന്നെ എടുത്തോട്ടോ. എനിക്ക് വലിയ സന്തോഷമായിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് അത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, നമുക്ക് ബോധ്യപ്പെട്ട ഔലിയാക്കൾ, തട്ടിപ്പല്ലട്ടോ, വെട്ടിപ്പല്ലട്ടോ, പിന്നെ കളവ് പറയലല്ലോ, എന്തെങ്കിലും പറയലല്ലോ. സുബ്ഹാനല്ലാഹ്, അത് പറയാൻ സമയമില്ല. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ തങ്ങളാണ്, എന്റെ ഉപ്പയും തങ്ങളാണ്, പക്ഷെ ഉപ്പാക്കും അറിഞ്ഞൂടെ തങ്ങളാണല്ലോ, കുടുംബത്തിന് അറിഞ്ഞൂടെ തങ്ങളാണല്ലോ, ഞങ്ങൾ കുടുംബക്കാർക്ക് ആർക്കും അറിഞ്ഞൂടെ തങ്ങളാണ്, ഞങ്ങൾ തങ്ങളാ എന്ന് ദ്വാരക്കാൻ നടക്കുന്ന ഒരാൾ പറഞ്ഞതായിട്ട് എന്നോട് ഒരു മുത്താലിബ് പറഞ്ഞു. മുത്താലിബിൽ ആദ്യം ഒരാൾ പറഞ്ഞു, പിന്നെ ആ മുത്താലിബിനെ ഞാൻ ശരിക്കും വിളിച്ച് വിചാരണ ചെയ്ത് അയാൾ വ്യക്തമായി പറഞ്ഞ് ഞാനത് പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യം വരുമ്പോൾ കേൾപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരന്മാര്, ശരിയായ ഔലിയ വടകര മുഹമ്മദ് ആജി തന്നത്. ഞാൻ ഒരു ദിവസം പരിപാടിക്ക് ക്ഷണിക്കാൻ പോയി, ഞങ്ങൾ 3 ആള്. അപ്പോൾ സേബാം മാസം തുടക്കത്തിലെ ആ പരിപാടി, റജബ് അവസാനത്തെ ഉപ്പര നേർച്ചയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നമുക്ക് മൂപ്പരോട് പറഞ്ഞത് സേബാന്റെ റജബിലെ നേർച്ച കഴിഞ്ഞിട്ട് പരിപാടി വെച്ച് തങ്ങളെ കിട്ടാൻ തന്നെയാന്ന് പറയണമെന്ന് ഞങ്ങളെ കൂട്ടത്തിലൊരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ചിലപ്പം പൊളിയൂന്ന്, കാരണം AP ഉസ്താദിന്റെ ഡേറ്റിനനുസരിച്ച് വെച്ചതാ സത്യത്തിൽ. ഞാൻ പറഞ്ഞു അത് പൊളിയൂന്ന്. അസ്സലാമു അലൈക്കും, കള്ളത്തരൊന്നും പറയണ്ട, വലൈക്കും അസ്സലാം, സലാം അടിച്ച, കള്ളത്തരൊന്നും പറയണ്ട, വലൈക്കും അസ്സലാം. പിന്നെ എനിക്ക് പേടിച്ചിട്ട് പറിച്ചിട്ട് യാതൊരു നിർത്തിയില്ല. പിന്നെ ഇമാമത്ത് വെച്ചപ്പോഴാ പറഞ്ഞു സമാധാനായി. അങ്ങനെയുള്ള മഹാന്മാർ, അവരാണ് നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ താജുൽ ഉലമയെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. താജുൽ ഉലമ ശരിയായ ശൈഖ്. താജുൽ ഉലമയുടെ ഉള്ളാളത്ത് ദർസ് തുടങ്ങി, ഒരു സൗകര്യമില്ല അവിടെ, അന്ന് ഒക്കെ താജുൽ ഉലമ പോയിട്ടുണ്ടാക്കിയതാണ്. അപ്പോ അവിടുന്ന് പോവാന്ന് വിചാരിച്ചു തങ്ങള്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, എന്നോട് താജുൽ ഉലമ എന്നെ നേരിട്ട് വന്നതാണ്. അപ്പൊ അവിടെ വടകര മുഹമ്മദായി തങ്ങൾ വന്നു. മുഗനിയിൽ തന്നെ കിതാബുണ്ട് അവിടെ, മുഗനിൽ മെഹ്താജ്. മുഗനി എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പാടില്ല, ഇവിടെ മുഗനിയുണ്ട്, ഇവിടെ മുഗനിയുണ്ട്, ഇവിടുന്ന് പോകാൻ പാടില്ല, ഇവിടെ മുഗനിയുണ്ട്, ഇവിടുന്ന് പോകാൻ പാടില്ല. മുഗനി തന്നെ വാക്കിന്റെ നേരെ അർത്ഥം ഐശ്വര്യം ഉണ്ടാക്കുന്നത് എന്നാണ്. ആവശ്യമുള്ളതൊക്കെ ചെയ്തിരുന്നു ആ വാക്കിന്റെ അർത്ഥം. ഈ മുഗനി തന്നെ കിതാബ് എടുത്തിങ്ങനെ. അപ്പൊ മൂപ്പർ പോയതിന് ശേഷം മൂപ്പർ ഒരാളോട്, താജുൽ ഉലമ പറഞ്ഞ, ഞാൻ ചോദിച്ച ഒരാളോട്, എന്താ മൂപ്പരെ പറഞ്ഞത്? അപ്പൊ ശിഷ്യന്മാരിൽ ഒരാൾ തങ്ങളോട് ചോദിച്ചു, ഇങ്ങോട്ട് എന്ത് ചോദിച്ചു, എന്താ മൂപ്പർ ഇങ്ങനെ മുഗനിന്റെ മുന്നിൽ തങ്ങൾ പാപ്പ ഇവിടുന്ന് പോണോന്നേറ്റം വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വിചാരിച്ചിരുന്നു എന്നാ തന്നെയാ പറഞ്ഞത്. അങ്ങനെയാ ഉള്ളാളത്തിന്റെ വഫാത്ത് വരെ നിന്നുപോകുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. വഫാത്ത് നടക്കുന്ന ദിവസം പോയി കണ്ട അതാ കർണാടകയിലെ മുടിപ്പുവിലെ ബഷീർ എന്ന ചെറുപ്പക്കാരൻ കണ്ട ഉടനെ എന്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ കിടക്കുകയാണ്, തങ്ങൾ എനിക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണക്കാരനായ ഒരു ചെറിയ SYSന്റെ പ്രവർത്തകൻ വിളിച്ചു പറയാണ്, എന്റെ ഡ്രൈവറോട് ചോദിക്കൂ നിങ്ങൾ. അത് പറഞ്ഞപ്പോ തങ്ങളെ ഡ്രൈവറെ വിളിച്ച് ചോദിച്ചു. ഡ്രൈവർ പറഞ്ഞു, ക്ഷീണമുള്ളത് കൊണ്ട് ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കർണാടകയിൽ പോയപ്പോ ഈ ബഷീറിനോട് പറഞ്ഞു, തങ്ങൾ വഫാത്തിന്റെ ആ ദിവസം കിടക്കുന്ന കിടത്തം കണ്ടപ്പോൾ ഒരു പച്ച പുതപ്പും പുതച്ച് കിടക്കുന്നു, ദിക്റിങ്ങനെ ചൊല്ലുന്നു, ദിക്റല്ലാത്ത ഒരു സംസാരവുമില്ല. പച്ചപ്പുതപ്പും പൊതച്ച് കിടന്നിട്ട് ദിക്റിങ്ങനെ ആവർത്തിച്ചൊല്ലുന്നു.
വേറെ ഒരു സംസാരവുമില്ല. ആ കിടത്തം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അലിമീങ്ങളെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ച്. വഫാത്ത് നടക്കുന്ന ദിവസം 3 കഷ്ണം തുണി കൊണ്ടുവന്ന് ശരീരത്തിൽ പൊതിച്ചിട്ട് സഹീഹുൽ ബുഖാരി കൊണ്ടുവന്ന് നെഞ്ഞോട് കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഒരൊറ്റ കിടത്തമാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് മർഹബാ, മലക്കുൽ മൗത്തിന് സ്വാഗതമെന്ന നിരക്ക് ദിക്റുണ്ടിലുള്ള കിടത്തം. ആ കിടത്തം തങ്ങളുടെ കിടത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, അങ്ങനെയാണ് നിങ്ങളെ ഡ്രൈവറെ ഞാൻ വിളിച്ചതെന്ന്. ആ ബഷീർ എന്നോട് പറഞ്ഞു, ബഷീർ ഇന്നും ജീവിച്ചിരിപ്പില്ലേ? ആ നിലയ്ക്ക് അത് നമ്മളോടൊക്കെയും സർവ്വ സദസ്സിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എനിക്ക് ആത്തകത്ത് നന്നായി മഅരിഫത്തിന്റെ വെളിച്ചം കിട്ടി ലംഘി മരിക്കണമെന്ന് നമ്മോട് വസിയ്യത്ത് ചെയ്യാറില്ലേ ആ മഹാൻ? ആ നിലക്ക് തന്നെ ദിക്റും ചൊല്ലി ചൊല്ലി അങ്ങ് വഫാത്തായി. എന്നിട്ട് ആ മഹാനെയും കൂടി ചീത്ത പറയുന്നവരില്ലേ? ഇന്ന ശാനിയൊക്കെ നബിതങ്ങൾ ലക്ഷണം കെട്ട ആളാണെന്ന് പറഞ്ഞവരില്ലേ? അവൻ തന്നെയല്ലേ ലക്ഷണം കെട്ടവൻ? അവന്റെ മക്കളെ ഇപ്പൊ എവിടെയെങ്കിലും കാണാനുണ്ടോ? ഹബീബായ നബിയുടെ നബിതങ്ങളെ മക്കളെ കൊണ്ട് എല്ലാ സ്റ്റേജും നിറയുന്നില്ലേ? എല്ലാ നാടും നിറഞ്ഞിട്ടില്ലേ? തങ്ങന്മാരില്ലാത്ത നാടുണ്ടോ? അപ്പൊ ലക്ഷണം കെട്ടവൻ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചവനാണ്, ഹബീബായ നബിതങ്ങളല്ല. അതുകൊണ്ട് ഓ പുത്തൻവാദം മനസ്സിൽ വെച്ചിട്ട് സുന്നിവാദി, അതുപോലെ തന്നെ വ്യാജത്തരീഖത്തിൽ കുടുങ്ങിയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ, നിങ്ങളെ ആഖിബത്ത് നന്നായി ആലോചിക്കണേ. അല്ലാഹു ബഹുമാനിച്ചവരെ നിന്ദിച്ചാൽ മൻ അദാ ലീ വലിയൻ ഫഖദ് ബാറസനീ ബിൽ ഹർബി, എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് വല്ലവനും ശത്രുത വെച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണെന്ന് പറഞ്ഞത് അല്ലാഹുവാണ് കേട്ടോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസാണ് കേട്ടോ. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. وإن الرجل ليأتيني بالقطعة من العود أو بالخشبة أو بالشيء الذي لعل قيمته لا تكون إلا درهما أو نحوه. ഇമാം സൈഫൂരി താരീഖ് ബഗ്ദാദിൽ എടുത്തു ധരിച്ചില്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്താദ് യഹ്യ ഇബ്നു അഖ്സം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് മഅ്മൂൻ രാജാവ് പറഞ്ഞതാ, എന്റെ അടുക്കൽ ഒരാൾ കൊണ്ടുവരുന്നു ഒരു കൊള്ളിക്കഷ്ണം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സാധനം, ₹1 വിലക്കില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, ഇന്ന ഹാദാ കാന ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കൊള്ളിക്കഷ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊള്ളിക്കഷ്ണമാണ്. റസൂലുള്ളാഹിന്റെ കൈ തൊട്ടതാണ്. നബിതങ്ങൾ തൊട്ട മരക്കഷ്ണമാണ്, അല്ലെങ്കിൽ നബിതങ്ങൾ കുടിച്ച പാത്രമാണ്. ഔ ശരിബ ഫീഹി ഔ മസ്സഹു, നബിതങ്ങൾ തൊട്ടതാണ് എന്ന് എന്നോട് പറയുന്നു. വമാ ഹുവ ഇൻദീ ബിസിഖത്തിൻ, ഈ പറയുന്ന ആള് വിശ്വാസയോഗ്യനല്ല. ശരിക്കും മനസ്സിലാക്കണം, ഈ പറയുന്ന ആള് വിശ്വാസയോഗ്യനല്ല. അലാ ദലീല അലാ സിദ്ഖിർ റജുലി, ഇയാള് പറയുന്നത് നേരാണ് എന്നുള്ളതിന്, സത്യമാണെന്നുള്ളതിന് ഒരു തെളിവും ഇല്ല. ഇല്ലാ അന്നീ ബിഫറത്തിൻ നിയ്യത്തി വൽ മഹബ്ബത്തി, പക്ഷേ ഹബീബായ നബിതങ്ങളോട് സാധാരണ സ്നേഹം പോരല്ലോ, സാധാരണ ബഹുമാനം പോരല്ലോ. അതുകൊണ്ട് അതിരറ്റ സ്നേഹവും ബഹുമാനവും ഹബീബായ നബിയോടുള്ളതിനാൽ അഖ്ബലു ദാലിക, അത് ഞാനിങ്ങ് സ്വീകരിക്കും. പറയുന്ന പൈസക്ക് ഞാനിങ്ങ് വാങ്ങും. 1000 സ്വർണ്ണനാണയം പറഞ്ഞാൽ 1000 കൊടുത്ത് വാങ്ങും. പിന്നെ ഞാനതെന്റെ മുഖത്ത് വെക്കും, വൈനി കണ്ണുമ്മൽ വെക്കും, പിന്നെ അതിലേക്ക് നോക്കിയിട്ട് ബർക്കത്തെടുക്കും, അത് തൊട്ടിട്ട് ബർക്കത്തെടുക്കും. ഞാൻ അതുകൊണ്ട് രോഗശമനം തേടും. ഇന്നൽ മറവി രോഗമുള്ള സമയത്ത് നോക്കിയിട്ടെങ്കിലും രോഗശമനം തേടും. ഇങ്ങനെ പറയുകയാണ്.
അവസാനം പറയുന്നത് ഇന്നമാഹു അഊദുൻ, അതൊരു കൊള്ളിക്കഷ്ണമാണ്. ലം യഫ്അൽഹു ശൈഅൻ വലാ ഫളീലത ലഹു യസ്തൗജിബു ബിഹൽ മഹബ്ബ, സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു കാരണവുമില്ല. ഇല്ലാ മാ ദുകിറ മിൻ മസ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു, നബി തങ്ങളത് തൊട്ടുവെന്ന് വിശ്വാസയോഗ്യനല്ലാത്ത ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കല്ലാതെ വേറെ ഒരു തെളിവുമില്ല. പറഞ്ഞ സഹാബിയല്ല, ഇമാമല്ല, വലിയല്ല, ആലിമല്ല, വിശ്വാസയോഗ്യനല്ല. പക്ഷെ അയാൾ പറഞ്ഞില്ലേ റസൂലുള്ളാഹി തൊട്ടു, അതുകൊണ്ട് ഞാനത് പറയുന്നവരൊക്കെ വാങ്ങിയിട്ട് ചുംബിക്കലും ബർക്കത്തെടുക്കലും ദോഷമനന്തരലുമാണ് എന്ന് ഹാറൂൺ റഷീദ് രാജാവിന്റെ മകൻ മഅ്മൂൻ രാജാവ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുമായി ബന്ധപ്പെട്ടതെന്ന് പറയപ്പെടുന്നതിനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതെന്ന് അംഗീകാരം കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചില്ലേ? കൊടുവള്ളിയിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഈ സലഫ് സ്വാലിഹീങ്ങളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് കേട്ടാൽ തന്നെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തയ്യാറുണ്ടോ? അതല്ല തങ്ങന്മാർക്കും പണ്ഡിതന്മാർക്കും എന്തുണ്ട് കുറ്റമെന്ന് നോക്കി നടന്നിട്ട് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളെ ആഖിബത്ത് ചീത്തയാക്കാൻ തയ്യാറുണ്ടോ? ഇത് മാത്രമേ മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളൂ. നിങ്ങളുടെ പരിസരത്തുള്ള വിമർശകനായ ഒരു മുസ്ലിയാർക്ക് ഞാൻ ഈ ഇബാറത്ത് കാണിച്ചു കൊടുത്തു. അദ്ദേഹം എന്റെ മുന്നിൽ ഒരൊറ്റ അക്ഷരം അതിനെ സംബന്ധിച്ച് പിന്നെ പറഞ്ഞില്ല. ഓ സഹോദരന്മാരെ, നമ്മൾ മുൻഗാമികളെ വിട്ടാ പിന്നെ സുന്നത്ത് ജമാഅത്തല്ല. മുൻഗാമികളെ വിട്ടാൽ പിന്നെ അത് ദീനല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് വിഷയത്തിലും മുൻഗാമികളെ പിന്തുടർന്നോളണം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരണം. എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടരണം. എന്തുകൊണ്ടാണ് നമ്മൾ മുജാഹിദായിട്ട് തെറ്റിയത്? നമുക്ക് വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടാ? അല്ല. മുജാഹിദീങ്ങളിൽപ്പെട്ട ഒരുപാട് സാധാരണക്കാർ ചിലപ്പോ അറിവില്ലാതെ പെട്ടുപോയവരുണ്ടാവും. അല്ലാഹു അവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ, അവരെ സുന്നത്ത് ജമാഅത്തിലേക്ക് എത്തിക്കണേ അല്ലാ, ചിന്താശക്തി കൊടുക്കണേ അല്ലാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കുറ്റിയാടി ചെല്ലുമ്പോ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആരാ ഉള്ളത്? ആരുമില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പോഴും ഞാൻ 11 സ്ഥലത്തും പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി. അവിടൊക്കെ എന്റെ മക്കളാ പഠിക്കുന്നു, അവിടൊക്കെ എന്റെ മക്കളാ അല്ലേ, ഞാനും എന്റെ മക്കളും അവിടെ പോന്നു. അന്നാട്ടുകാരെന്നല്ലത്. അവരെങ്ങനെയാ ശൂന്യായത്? അവരെങ്ങനെയാ ശൂന്യായത്? ചീത്ത പറഞ്ഞിട്ടാ, ശരി പറഞ്ഞിട്ടാ, പരിഹസിച്ചിട്ടാ, കളിയാക്കിയിട്ടാ? അല്ല, അവർക്ക് ഖുർആൻ ഓതി വയന്ന് പറഞ്ഞു കൊടുത്തു, ഹദീസ് ഓതി വയന്ന് പറഞ്ഞു കൊടുത്തു, ഇമാമിങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈമാനുള്ള ആളുകളൊക്കെ അവരറിവില്ലാതെ പെട്ടുപോയ മുജാഹിദും ജമാഅത്തൊക്കെ അവർ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. ഞാൻ ചെല്ലുമ്പോ ജമാഅത്ത് ഇസ്ലാമിന്റെ ട്രസ്റ്റ്, അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജിന്റെ ട്രസ്റ്റ് മെമ്പർ കോരക്കോട്ട് മൂസാജി, അയാൾ മരിക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ സിറാജുൽ കീഴിൽ ഉണ്ടാക്കിയ അതേ മണ്ണൂർ പള്ളിയുടെ പ്രസിഡന്റായിട്ട് മരിച്ചു മൂസാജി. ഇപ്പോ നിങ്ങൾ നോക്ക്, ചെറിയ ഓമ്പളത്ത് മുസ്ലിം ലീഗിന്റെ നേതാവാണ് അവിടുത്തെ ഒരു AK കരീം, AK അബ്ദുൽ കരീം. ഞാൻ മസ്കത്തിൽ ചെല്ലുമ്പോ അയാൾ സുന്നിയല്ല. അയാൾ നാട്ടിൽ വന്നതിന് ശേഷം ബന്ധപ്പെട്ടു, അയാൾ സംസാരിച്ച് അയാളെന്റെ വയല് കേട്ട് പ്രസംഗം കേട്ട് അൽഹംദുലില്ലാഹ്. ഇപ്പൊ അയാൾ A ക്ലാസ് മുസ്ലിം ലീഗുകാരനാണ്, A ക്ലാസ് AP സുന്നിയാണ്. AK അബ്ദുൽ കരീം നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്. അയാളെന്നെ പരസ്യമായിട്ട് പ്രസംഗിച്ചതാ. പേരോട് സ്ഥാപിക്കുന്നതിനും ഞങ്ങളൊന്നും സുന്നികളായിരുന്നു. ഞാൻ പറഞ്ഞതിനർത്ഥം
നിങ്ങൾ മനസ്സിലാക്കണോ, അവിടെ വലിയ രസമുണ്ടായി നമുക്ക് പറയാൻ നേരമില്ല. ഒരു ചങ്ങാതിനെ മുസ്ലിം ലീഗ് എന്ന് പുറത്താക്കി. ശരിയോ പറയും, മുസ്ലിം ലീഗ് എന്ന് പുറത്താക്കാൻ കാരണം അയാൾ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു സെന്റർ ഉണ്ട്, അവിടെ പരിഭാഷ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ മെമ്പർ വന്ന് മുസ്ലിം ലീഗിനെതിരെ പ്രസംഗം നടന്നു. കുത്തുബക്ക് ലീഗിനെതിരെ പ്രസംഗം, അത് രാഷ്ട്രീയ പാർട്ടിയാണോ പ്രസംഗം നടന്നു. അപ്പൊ അതിന് ഇയാൾ കൂടി ലീഗിന് ഇയാൾ പുറത്താക്കി. ലീഗെന്ന് പുറത്താക്കി ഇയാൾക്ക് ലീഗിൽ തന്നെ കയറണം. പക്ഷെ അവിടുത്തെ സുന്നികൾ വിട്ടില്ല, ലീഗ് കയറാൻ വിട്ടില്ല. അങ്ങനെ അവസാനം ഇയാൾ എന്ത് ചെയ്തു, ഇയാളെ അമ്മാമനെ ബന്ധപ്പെട്ട ഒരാളാണ് ഈ മൂസാജി. ഞാൻ നേരത്തെ പറഞ്ഞ മൂസാജി എന്നോട് വിളിച്ചു പറഞ്ഞു അയാളൊന്ന് ലീഗിലെടുപ്പിച്ചു കൊടുക്കണോ, എന്നോടാ പറയുന്നത് ലീഗിലെടുപ്പിച്ചു കൊടുക്കണോ. ഞാൻ ചോദിച്ചാൽ ഞാനെങ്ങനെ ഞാനും ലീഗായിട്ട് എന്നാ ബന്ധം, ഞാൻ ഒരു പാർട്ടിക്കാരനല്ലല്ലോ, എനിക്കൊരു പാർട്ടിയായിട്ട് ബന്ധമില്ല. ഞാൻ സുന്നത്തിയ മാറ്റിന്റെ ദേവത്താണ്. അതിന്റെ രൂപം എങ്ങനെ, അതാ വലത്തോട്ട് നോക്കിയിട്ട് അയ്യാല സ്വലാ അയ്യാല സ്വലാ 2 പ്രാവശ്യം, അതേപോലെ ഇടത്തോട്ട് നോക്കിയിട്ട് അയ്യാലൽ വലാ അയ്യാലൽ വലാ 2 പ്രാവശ്യം. നമ്മളെ നെഞ്ഞ് ഒരു ഭാഗത്തേക്ക് തിരിക്കില്ല, തല മാത്രം തിരിക്കും വലത്തോട്ടും ഇടത്തോട്ടും. മനസ്സിലായില്ലേ, നെഞ്ഞ് തിരിക്കില്ല, നെഞ്ഞ് ഇതിലൊക്കെ മാത്രം സുന്നത്തിയമായി. അതല്ലേ നമ്മളെ സംഘടന. വലത്തോട്ട് 2 പ്രാവശ്യം തിരിക്കും, ഇടത്തോട്ട് തിരിക്കും. ആരും വിചാരിക്കേണ്ട അങ്ങോട്ട് തിരിഞ്ഞൊന്നുമില്ല, നെഞ്ഞ് നിൽക്കൂല. എങ്കിൽ എല്ലാവരും സുന്നത്തിയമാത്തിന് വരണം, അതിനുവേണ്ടിയാണ്. അത് വിളിക്കൽ നമ്മൾ നിർത്തൂല. അയാളെ എത്ര കാലായി വിളിക്കുന്നത് സങ്കീർണം. വരുന്നവര് വന്നോടിയും വരാത്തവര് വരണ്ട, വന്നാലും വന്നില്ലെങ്കിലും മരിക്കുന്നവരേ വിളിക്കും. അയാളെ എല്ലാവരും സുന്നിയായിക്കോളി, എല്ലാവരും വരി, എല്ലാവരും വരി, അയാളൽ ഫലാ അങ്ങനെ വിളിക്കല. അപ്പൊ ഞാൻ മുസ്ലിം ലീഗിന്റെ നേതാവാ, എന്നോട് ചിലത് പറയുന്നു. അപ്പൊ പറഞ്ഞു അവിടെ ലീഗുകാർ മുഴുവൻ നിങ്ങൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ, അവർ പറഞ്ഞാലേ എടുക്കുള്ളൂ, അവിടെ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ അത് വേണേ ഞാൻ ചെയ്യാം. അയാൾ ഇനിമേല് ഞങ്ങളെ സംഘടനയിലല്ല അയാൾ എടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെ സംഘടനയിൽ എടുക്കുന്ന അതിന് കുറെ നിബന്ധനയുണ്ട്. അയാളെ ലീഗിലാ എടുക്കുന്നെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചു പറഞ്ഞു ലീഗാർ ചതിച്ചെടുത്തും തന്നെയായി ആയിക്കോട്ടോ, ഞാൻ ചതിക്കില്ല എന്നാ ഞാൻ പറയാതില്ല. അയാൾ പിന്നെ ലീഗിലെടുത്തു തന്നെ അറിയുന്നത്. ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നടന്ന സംഗതിയെ പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ വന്നിട്ട് സുബ്ഹാനല്ലാഹ് ആരൊക്കെയോ എന്തൊക്കെയോ പ്രസംഗിച്ചു എന്ന് കേട്ടു. അല്ലാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മക്കതിന് മറുപടികളിൽ നല്ല പണി, നമുക്ക് നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്തലാണ് പണി. അതോടുകൂടെ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെടുന്നവർ, നമ്മുടെ കുടുംബങ്ങൾ, നിങ്ങളെ ശരീരം നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം, നിങ്ങളെ ബന്ധപ്പെട്ടവരുടെ ശരീരവും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം. അതേ വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കരിങ്കല്ലുകളാണ്, മറ്റ് കല്ലുകളാണ്. അതുപോലെ പച്ച മനുഷ്യന്മാരാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ സിദാദ്, അവിടെ വളരെ കടുപ്പമുള്ള മലക്കുകളാണ്. ഒരു ദയയും അല്ലാഹുവിന്റെ ശിക്ഷ നൽകുമ്പോൾ അവർ കാണിക്കൂല. കാരണം പടച്ച റബ്ബിന്റെ ഓർഡർ അവർക്ക് അങ്ങനെയാണ്. ഔസുല്ലാദം തങ്ങളുടെ ചരിത്രം ഫത്ഹുർ റബ്ബാനിയിൽ തന്നെ ഇമാം അവറുകൾ തന്നെ പറഞ്ഞില്ലേ, മരണം ഓർമ്മിച്ച് ഞാൻ പൊട്ടി പൊട്ടി കരയില്ലാത്തൊരു സമയത്ത് ഒരിക്കൽ കരയുമ്പോൾ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എന്റെ അടുക്കൽ മലക്കുൽ മൗത്തിനെ പറഞ്ഞേക്കരുത് റബ്ബേ, മലക്കുൽ മൗത്തിന്റെ വരവെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേട്ടോ, ഖാദിരിയ തരീഖത്തിന്റെ ഏറ്റവും വലിയ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മൂപ്പര് മരണം പേടിച്ച് കരയ. നമ്മളെ യൂസുഫൊക്കെ പൊട്ടിച്ചിച്ച് മരിപ്പിച്ചു തരാൻ മൂപ്പര് ഏറ്റെടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു തമ്മിലുള്ള വ്യത്യാസം. മുഹീദ്ദീന്റെ സ്വന്തം കിതാബ് പറഞ്ഞ പാവ യൂസുഫിക്കറിയത് അയാൾ കിതാബ് ഓതിനോ, അയാൾക്ക് അറബി അറിയോ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ ഗൗസുൽ തങ്ങൾ പറയാണ്, ഒരു ദിവസം കരഞ്ഞിട്ട് ഞാൻ റബ്ബിനോട് പറഞ്ഞു, മലക്കുൽ മൗത്തിനെ എന്റെ അടുക്കൽ അയക്കരുത്, നീ എന്റെ റൂഹി ഡയറക്റ്റ് പിടിക്കണം. ഞാനൊന്നങ്ങ് മയങ്ങിപ്പോയി. ഒരാളെന്റെ സമീപത്ത് വരുന്നു, സലാം ചൊല്ലുന്നു, സലാം മടക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ മലക്കുൽ മൗത്താണ്, ഞാൻ മരണം കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വന്നു? ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞില്ലേ നിങ്ങളെ പറഞ്ഞേക്കരുത്. അയാൾ എന്നോട് ചോദിക്കുന്നു, ലിമ സഅൽതഹു ദാലിക, നിങ്ങളെന്തിനാ ശൈഖേ അങ്ങനെ അല്ലാഹുവോട് പറഞ്ഞത്? അയ്യുദംബില്ലി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇന്നമാന അബ്ദും മഅ്മൂർ, കൽപ്പിക്കപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അടിമയല്ലേ മലക്കായ ഞാൻ. റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യും. ഒരാളെ റൂഹ് പിടിക്കുമ്പോ മയമായി പിടിക്കാൻ പറഞ്ഞാൽ മയമായി പിടിക്കും, ഗൗരവത്തിൽ പിടിക്കാൻ പറഞ്ഞാൽ ഗൗരവത്തിൽ പിടിക്കും. പറയും പോലെ ചെയ്യാനല്ലാതെ എനിക്ക് പറ്റൂ ശൈഖേ, നിങ്ങൾ എന്തിനാണ് എന്നിൽ കാവൽ ചോദിച്ചതെന്ന് പറഞ്ഞ് ശൈഖ് അവറുകൾ പറയുന്നു, എന്നെയാണ് കനീസും ബക്ക, എന്നെ അണച്ചു കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങ് കരയാൻ തുടങ്ങി വന്ന ആണ് ഞാനപ്പോൾ ആ മലക്കുൽ മൗത്തിനെ ഞാനും കൂട്ടിപ്പിടിച്ചിട്ട് ഞാനും കരഞ്ഞു. റബ്ബിന്റെ അധികാരം എന്തൊരധികാരമാണ്! മലക്കിന് അധികാരമില്ല, എനിക്കധികാരമില്ല. ലഹുൽ മുൽക്ക്, മുഴുവൻ അധികാരവും റബ്ബിന് മാത്രം. ഞാനും പൊട്ടിക്കറിഞ്ഞു, ഞാൻ അബ്ദുൽ ഖാദിറല്ലേ, കഴിവുള്ള പടച്ചവന്റെ അടിമയല്ലേ. ഇതും അടിമ, ഞാനും അടിമ. കൽപ്പിച്ചതുപോലെ ചെയ്യാനല്ലാതെ നിർവാഹമില്ലല്ലോ. ഞാനും മലക്കും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സുഹൃത്തുക്കളെ, ഇതാണ് മഹാന്മാരെ വഴി. ആ വഴിയിലൂടെ ജീവിച്ച് മരിക്കാൻ നോക്കണം. ആ വഴി തന്നെ മുറുകെ പിടിക്കാൻ നോക്കണം. വേറെ വഴിയിലേക്കൊന്നും വ്യതിചലിച്ചു പോകണ്ട. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫസ്തഖിം കമാ ഉമിർത, നിർദ്ദേശിക്കപ്പെട്ടതുപോലെ നേരെ നേരെ ജീവിച്ചോ. വമൻ താബ മഅക, തങ്ങളെ കൂടെ ഈമാനുള്ളവരും നേരെ നേരെ ജീവിച്ചോ. വലാ തത്വൗ, അതിര് വിട്ട് കടക്കണ്ട. ഏതെങ്കിലും ഒരാളെ ശൈഖാണെന്നോ ഇയാളൊരു നല്ല ആളാണെന്നോ വിചാരിക്കുമ്പോഴേക്ക് പിന്നെ സുബ്ഹാനല്ലാഹ് സമസ്തയുടെ ആലിമീങ്ങൾ ഒന്നടങ്കം ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അതാ ജാഹിലീങ്ങൾ തീരുമാനത്തിന് ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ടാ തീരുമാനിച്ചത്? ആരാ ചോദിക്കുന്നത്? മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരും കൂടിയിട്ട് ഇതാ ഇന്ന സാധനം നിങ്ങൾ ഉപയോഗിക്കണ്ട, ഇന്ന സാധനം ഉപയോഗിക്കണ്ട എന്ന് എല്ലാ ഡോക്ടർമാരും കൂടി പറഞ്ഞു. അപ്പോ ഈ ഡോക്ടർമാരെ ഡ്രൈവർമാരുണ്ട്, ഡോക്ടർമാര് അതിൽപ്പെട്ട ഒരു ഡ്രൈവർ, ഉദാഹരണം പറയാണ്, ഒരു ഡ്രൈവർ, ആ ഡ്രൈവർ ഡോക്ടർമാരോട് ചോദിക്കുക, നിങ്ങളെന്താ എല്ലാവരും കൂടി അങ്ങനെ തീരുമാനിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചത്? ഇത് ഉപയോഗിച്ചാൽ രോഗം വരുന്നു. ഈ ഡ്രൈവർക്ക് മനസ്സിലാവോ ഡോക്ടർ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് പറഞ്ഞു കൊടുത്താൽ? അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഓതിയ സൂറത്തുൽ അഖ്ലാഖ് ആയത്തിന്റെ തുടക്കം, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ നിങ്ങൾ ആരും ഓവർടേക്ക് ചെയ്യണ്ട എന്ന് പറയുന്നു. പരമ്പരായ ഔലിയാക്കളെ തഫ്സീർ പറയുന്നു, നിങ്ങളെ ആലിമീങ്ങളെ സ്വീകരിച്ചാൽ ആ ആലിമീങ്ങൾ തഖ്വയുള്ള ആലിമീങ്ങളാണെങ്കിൽ ഗീബത്തും നമീമത്തും നടക്കുന്ന ആലിമീങ്ങളല്ല, തങ്ങന്മാരെ കുറ്റം പറയുന്ന ആലിമീങ്ങളല്ല, ആലിമീങ്ങൾ അതാ ചീത്ത പറയുന്ന ആലിമീങ്ങളല്ല, അതൊക്കെ അസൂയാലുക്കളാണ്. ആലിം എന്ന പേര് പറഞ്ഞുകൂടാ. ഓ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കുമ്പോ അതിന്റെ പരമ്പര ചോദിക്കുന്നവരല്ല. കാരണം സലഫു സാലിഹ്യങ്ങൾ പരമ്പര ചോദിക്കാറില്ല എന്നതിനാണ് ഞാൻ തൈഫൂരിയുടെ താരീഖ് ബഗ്ദാദ് ഉദ്ധരിച്ചത്. അങ്ങനെ നിങ്ങൾ മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കുന്ന ആലിമീങ്ങളെ നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കുമ്പോ ആ ആലിമീങ്ങൾ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആലിമീങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കോളണം. ഓ സുഹൃത്തുക്കളെ, അതാ ബഹറുൽ മജീദ് പോലുള്ള തഫ്സീർ, ആരിഫീങ്ങളെ സൂഫിയാക്കളെ തഫ്സീർ നോക്കൂ. ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ പറഞ്ഞത് കാണാം മുതല്ലിമീങ്ങളെ. ഇനി ഒന്നുകൂടി പറയട്ടെ, അബ്ദുൽ ഹാബിസ് സഅറാനി തങ്ങൾ പറയുന്നു, അടച്ചവന്റെ മുമ്പിലെത്തി, സ്വർഗത്തിലെത്തി. ആ സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങളോട് സ്വർഗത്തിൽ നിന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്കിനി എന്താ വേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. സ്വർഗത്തിന് ഇനി എന്താ കിട്ടാൻ ബാക്കിയുള്ളത്? അടുത്ത റബ്ബേ, അവിടെ വെച്ച് ചോദിക്കുമ്പോ മുഅ്മിനീങ്ങൾ മറുപടി പറയുന്നത്, ഞങ്ങൾ പടച്ചവരെ ഇപ്പം മറുപടി പറയൂല,
ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞങ്ങളിപ്പോ സ്വർഗത്തുനിന്ന് പറയൂല. അത് പറയണമെങ്കിൽ ഞങ്ങളെ സ്വർഗത്തിലെത്തിച്ചൊരു കൂട്ടം ആലിമീങ്ങളുണ്ട്. അവര് പറയുന്നത് പോലെ, അവര് തീരുമാനിക്കുന്നത് പോലെ, അവര് പറഞ്ഞതുപോലെ നീങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിലെത്തിയത്. അതുകൊണ്ട് അല്ലാഹ് ആലിമീങ്ങളോട് ചോദിക്കാതെ സ്വർഗത്തിൽ ഞങ്ങളൊരു തീരുമാനം പറയൂല, ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയൂല. സുഹൃത്തുക്കളെ, അതേ ആലിമീങ്ങളോട് ചോദിച്ചിട്ടേ അവരും സ്വർഗത്തിൽ സംസാരിക്കൂ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് സ്വർഗം നേടിക്കോ മുസ്ലിമേ. നീ അഹങ്കരിച്ച് ജീവിക്കണ്ട, ആഖിറം കളഞ്ഞു കുളിക്കണ്ട. ഞാൻ ഓതിയ ആയത്തിന്റെ ഒരു ചെറിയ സാധനം പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ. അല്ലാഹു പറയുന്നു, വലാ തർക്കനൂ ഇലല്ലദീന വലമൂ. ആക്രമിക്കുന്ന, അക്രമം ചെയ്ത ആളുകളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകണ്ട. ആലിമീങ്ങളെ തള്ളിപ്പറയുന്നവർ അക്രമം ചെയ്തവരാണ്, ക്രമം തെറ്റിയവരാണ്. ആലിമീങ്ങളെ അംഗീകരിച്ച് ബഹുമാനിച്ചു പോകലാണ് ക്രമം. ആ ക്രമം തെറ്റിയാൽ പിന്നെ നീ അവരിലേക്ക് ചായരുത്. വലാ തർക്കനൂ ഇലല്ലദീന വലമൂ ബിമവാദത്തിൻ ഔ മുദാഹനത്തിൻ ഔ റിദൻ ബിഅമാലിഹിം. അതിന്റെ തഫ്സീറാണ് ഞാൻ വായിച്ചത്. ആലിമീങ്ങളെ തള്ളിപ്പറയുന്നവരെ, അവരെ അക്രമം തെറ്റിയവരാണ്. അവരെ സ്നേഹിച്ചുകൂടാ, അവരെ ബഹുമാനിച്ചുകൂടാ, അവരെ സോപ്പിട്ടുകൂടാ, അവരെ പ്രവൃത്തി തൃപ്തിപ്പെട്ടുകൂടാ. എത്ര ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളോ സംഗതികളോ ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മീയതയെ സംബന്ധിച്ച് പ്രസംഗിച്ച് സീഡിണ്ട്, അതിൽ ഞാൻ ക്ലിപ്പിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഓരോന്നോരോന്ന് കൂട്ടത്തിൽ നിങ്ങളെ ഇതിന്റെ അടുത്തുണ്ടല്ലോ, എന്താണ് ഒരു തങ്ങളുണ്ടല്ലോ, കളന്തൂർ ഒരു മുരീദ് തോബ ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് ഞങ്ങളെ ശേഖരനോട് കൂടി ആ നിസ്കരിക്കേണ്ട ആവശ്യം, നിങ്ങളോട് കൂടി ആ നിസ്കരിക്കണമെന്നാണ് എന്നോട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വേറൊന്നുണ്ട്, വടകര പെൺകുട്ടികളെ മണത്തിങ്ങനെ വിടുന്ന തങ്ങളാ. പെണ്ണുങ്ങൾ ഓരോന്നിനും ഞാനത് കാണിക്കുന്നുണ്ട്, ക്ലിപ്പ് കാണിക്കുന്നുണ്ട്, മണത്തിങ്ങനെ വിടുന്നത്. എന്തെല്ലാണ്, എവിടൊക്കെയാണ് സുബ്ഹാനല്ലാഹ് ദീന് നശിപ്പിക്കാൻ. എന്തെല്ലാം ഫസാദാണ്, ഒന്നും രണ്ടും മൂന്നൊന്നല്ല. സുഹൃത്തുക്കളെ, ആലും തറാന്നെങ്കിൽ ഒരു തറാൻ. പണ്ടേ ആലുന്തറന്റെ അടുത്ത് പലപ്പോഴും ശൈത്താനുണ്ട്, ആലും പറയുന്നത് കേൾക്കലുണ്ട്. പക്ഷേ ആലുന്തറ നാട്ടിന് കുഴപ്പമൊന്നുമില്ല. അവിടെയുള്ള ഒരു സാധനം മുമ്പ് ഞാൻ പ്രസംഗിച്ചതാ, എന്തായാലും ചോറ് അങ്ങനെ തുടങ്ങി. വലാ തർക്കനൂ, ഒരു ബിരിയാണി കിട്ടുമ്പോൾ പോയി തിന്നുന്ന കൂട്ടത്തിൽ പെട്ടുപോയിരുന്നു. വലാ തർക്കനൂ ഇലല്ലദീന വലമൂ. അക്രമം ചെയ്തിട്ടുള്ള ആളുകളിൽ ചായാൻ പാടില്ല, ഖുർആന സ്നേഹിക്കാനും പാടില്ല. ഫതമസ്സകുമുന്നാർ, അപ്പൊ നിങ്ങളെ നരകം തൊടും. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു സംരക്ഷകനുമില്ല. പിന്നെ നിങ്ങൾക്കൊരു സഹായവും റബ്ബിന്റെ അടുക്കന്ന് കിട്ടൂല. അതുകൊണ്ട് ജനങ്ങളെ, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്. 5 വക്ത് കൃത്യമായി നിസ്കരിച്ചോ, സൽക്കർമ്മം ചെയ്തോ, ദുഷ്കർമ്മം നീങ്ങിപ്പോകും. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. ഉത്ബോധനം സ്വീകരിക്കുന്നവർക്ക് ഇത് ഉത്ബോധനമാണ്. വസ്ബിർ, ആരെന്ത് ചീത്ത പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും കല്ലെറിഞ്ഞാലും ക്ഷമിച്ചു നിന്നോ. ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവന്റെ പ്രതിഫലം അല്ലാഹ് പാഴാക്കൂല.
നിങ്ങൾ ഫസാദുണ്ടാക്കണ്ട, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയവാദത്തിനും പോകണ്ട, പുത്തൻവാദത്തിലേക്ക് പോകണ്ട. മരിച്ച വീട്ടിൽ 7 ദിവസം സ്വഹാബത്ത് ഭക്ഷണം കൊടുത്തതാണ്, അത് നിങ്ങൾ മുടക്കണ്ട. മരിച്ച മയ്യത്തിനെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തിയതാണ്, നിങ്ങളത് മുടക്കണ്ട. ഫാത്തിഹ ഓതിയിട്ടുള്ളത് ആ ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അത് നിങ്ങൾ നിർത്തണ്ട. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ഞിന്റെ ചുവടെ പൊക്കിളിന്റെ മേലെ കൈവച്ചതാണ്. അലാ സദ്രിഹി എന്ന ഹദീസിന്റെ അർത്ഥം തന്നെ നെഞ്ഞിന്റെ അലാ സദ്രിഹി, നെഞ്ഞിനടുക്കൽ എന്നാണ്, മേലെ എന്നല്ല. മുജാഹിദിന് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല, ഇമാമികൾക്കത് മനസ്സിലായിട്ടുണ്ട്. നെഞ്ഞിന്റെ ചുവടെ എന്നാണ് അതിന്റെ അർത്ഥം. അത് ഇമാം മഹല്ലി വിശദീകരിച്ചിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി വിവരിച്ചിട്ടുണ്ട്. വേറൊരു റിപ്പോർട്ടിൽ ഇന്ദ സദ്രിഹി എന്ന് തന്നെയുണ്ട്, ബസാറിന്റെ റിപ്പോർട്ടിൽ. നെഞ്ഞിനടുക്കൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ഹദീസ് മുഴുവനും പഠിക്കാതെ അരമുസ്ലിയാരായി തരമൗലവിയായിട്ട് അതാ ഡേഞ്ചർ സൂചനയായി നെഞ്ഞത്ത് കതറ എന്ന് എഴുതി വെച്ചിട്ട് ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ചതുപോലെ വെക്കണ്ട. മറിച്ച് മുസ്ലിമീങ്ങൾ കൈകെട്ടും പോലെ കൈകെട്ടിക്കോ. മക്കയിലും മദീനയിലും നടക്കും പോലെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. മക്കയിലും മദീനയിലും നടക്കും പോലെ നിസ്കരിക്കുന്ന ഭാഷയെ തന്നെ ഖുതുബ ഓതിക്കോ. ഖുതുബക്കൊരു ഭാഷയും അതേ സമയത്ത് നിസ്കാരത്തിനൊരു ഭാഷയും. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ജുമഅക്ക് അങ്ങനെയില്ല, സഹാബത്ത് പഠിപ്പിച്ച ജുമഅക്ക് അങ്ങനെയില്ല, അയിമ്മത്ത് പഠിപ്പിച്ച ജുമഅക്ക് അങ്ങനെയില്ല. നിസ്കരിച്ച ഭാഷയിലേ ഖുതുബ നടത്തിയിട്ടുള്ളൂ. നീ മനസ്സിലാക്കിക്കോ, ഹബീബായ നബിതങ്ങളുടെ ഭാര്യമാരെയോ പെൺമക്കളെയോ ഒരു പള്ളിയിലേക്കും ജുമഅ ജമാഅത്തിന് അവിടുന്ന് കൊണ്ടുപോയിട്ടില്ല, പുറപ്പെട്ടു പോയിട്ടില്ല. ശഫീമാമ് തങ്ങളാ പറഞ്ഞത്, ആരെങ്കിലും പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ പെണ്ണിനെ ജുമഅ ജമാഅത്തിന് പറഞ്ഞേക്കണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു സഹായം തേടാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞതല്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദും ഷാഫി ഇമാമിന്റെ ഉസ്താദും അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഉസ്താദുമായ ബുഖാരിയിലെ എത്രയോ ഹദീസിന് റിപ്പോർട്ടറിലെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവാണ്. വലൗ അന്നഹും ളമൂ ഫസറുൻ ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ വജദുല്ലാഹ തവ്വാബർ റഹീമാ. അബൂ ജഅഫർ എന്ന് പറയുന്ന ഗവർണറോട്, ഓ ഗവർണറെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറുകളിലെ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ട് നിന്നു. റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് തേടിക്കൂ, ശഫാഅത്ത് തേടിക്കൂ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങളോട് റെക്കമെൻഡ് തേടിയാൽ അല്ലാഹു പുറത്തു തരുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് മാലിക് ഇമാമാണ്. മുസ്ലിമേ, അല്ലാഹു പറഞ്ഞത് വിശദീകരിച്ചത് ഖാദിഇയാദുകളെ സിഫ നോക്കിക്കോ. അങ്ങനെ മഹാന്മാരായ ഇമാമീങ്ങളും സാലിഹീകളും മുൻഗാമികളും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ട് അതാ ഒരു പുത്തൻവാദത്തിലേക്കും പോയി നിന്റെ ആഖിബത്ത് ചീത്തയാക്കണ്ട. ആലിമീങ്ങളെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞു തങ്ങന്മാരെ നിന്ദിക്കുന്ന കൂട്ടത്തിൽ പെട്ടുപോകണ്ട. അല്ലാഹു എനിക്ക് ഇതൊരു നിയമത്ത് സെൻസിറ്റീവ് എന്നൊരു പത്രം നമ്മളെ ഒരു സംഘടനയും പുറത്തിറക്കിയതല്ല, ബിസിനസ്സുകാർ. അതിന്റെ ചട്ടേമല് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ ചിത്രം തല തിരിച്ചിട്ട് കൊടുത്തു. അന്ന് തന്നെ ശക്തിയായി ഞാനതിനെ പ്രസംഗിച്ചു. ആരെയും നോക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ദീന് പറയാൻ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ കുടുംബത്തെ നിന്ദിക്കാൻ പാടില്ല. പരസ്യമായി അന്ന് ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ പോലുള്ള മഹാന്മാരുടെ പിന്തുണ അതിന് ലഭിച്ചു. ഇപ്പോ അന്ന് തല തായാക്കിയോന് ഇപ്പൊ ചിലരുടെ സ്റ്റേജ് കയറാൻ. അന്ന് തല തായാക്കിയ ശിഹാബികളോട് ബഹുമാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേജ് ഏറ്റവും വേണ്ടി ഇറക്കമുണ്ട്. അന്നേ എതിർത്തില്ലേ നമ്മൾ? എന്തുകൊണ്ട്? നമുക്ക് ഗ്രൂപ്പില്ല, നമുക്ക് സംഘടന സങ്കുചിതത്തില്ല. നമുക്ക് അല്ലാഹുവിന്റെ ദീൻ, അത് ഹഖ് ഹഖായി. അതാണ് നമുക്ക് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു ഭരണം ഏറ്റെടുത്തു. ആദ്യത്തെ കേസ് അബ്ബാസിന് അനുകൂലമാണ്, അബ്ബാസിനെതിരാണ്. കേസ് കൊടുത്തത് യഹൂദിയാണ്. വിധിച്ചത് യഹൂദിക്ക് അനുകൂലമായിട്ടാണ്, അബ്ബാസിനെതിരായിട്ടാണ്. കാരണം അബ്ബാസ് അത് ചെയ്തത് കൂടെയുള്ളവരാന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കൊന്നുമില്ല. അതാണ് നീതി, അതാണ് ദീൻ. സുഹൈൽ ഖാദി റളിയല്ലാഹുവിന്റെ മുമ്പിൽ കേസ് വന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു ഒരു പക്ഷത്ത്,
മറ്റേ പക്ഷത്തിൽ ആ മുസ്ലിമ. അലി റളിയല്ലാഹു പറയുന്ന സത്യ, പക്ഷേ തെളിവില്ല. അലി ഇബ്നു അബീ താലിബ് തെളിവില്ല, പറയുന്ന സത്യമാണ്. ഇയാളെ അലി റളിയല്ലാഹു തൊപ്പി കാട്ടതാ പടത്തൊപ്പി. പക്ഷെ അലി റളിയല്ലാഹുവിനോട് കോടതി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് വിൽക്കാൻ പറ്റില്ല, എനിക്ക് തെളിവ് കിട്ടണം, തെളിവിട്ടാണ്ട് വിൽക്കാൻ പറ്റില്ല. എന്നോട് പലരെ പറ്റിയിട്ട് ഈ ആലുന്തറ മുതൽക്ക് ഈ അടുത്ത സമസ്ത കേരള ജമിയത്തും ഒന്നായിട്ട് ഒരു തർക്കമില്ലാതെ ഒരാളെടുത്ത് പോണ്ടാന്ന് പറഞ്ഞില്ലേ, അയാളടക്കം ഒരൊറ്റ മനുഷ്യനെ പറ്റി എനിക്ക് തെളിവിട്ടാതെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. എന്റെ അടുത്ത് വ്യക്തമായ തെളിവുകളെല്ലാം വിഷയത്തിലും, അല്ലാതെ പറയില്ല. സുഹൃത്തുക്കളെ, പക്ഷേ പറയേണ്ട സമയത്ത് മാത്രമേ പറയുള്ളൂ. വെറുതെ മരുന്ന് കൊടുക്കണം, വെറുതെ മരുന്ന് കൊടുപ്പിക്കണം, ആവശ്യമുള്ളപ്പോ പറയാം. അപ്പോ തെളിവ് കിട്ടിയിട്ടേ പറയാം. ബഹുമാനപ്പെട്ട സുറൈഉൽ ഖാദി റളിയല്ലാഹു അൻഹു പിന്നെ മുമ്പിൽ വന്നപ്പോ സുറൈഉൽ ഖാദി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് സാക്ഷി ഉണ്ടെങ്കിൽ പഴുത്തൊപ്പി നിങ്ങൾ അനിയം വിരിച്ചു, ഇല്ലെങ്കിൽ അയാളെ കൈവശത്തിലുള്ളത്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വിരിക്കാൻ പറ്റില്ല. ആരോട്? ഭരണാധികാരിയായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു. സുറൈഉൽ ഖാദി അതാ ഹാലിബിന്റെ ബാധ്യത. അലി ഇബ്നു അബീ താലിബ് എന്ത് പറഞ്ഞു? ഇനി എത്ര വലിയ ആളായിട്ട് എന്ന് ചോദിച്ചോ? മൂപ്പരെ ഭരണത്തിന്റെ കീഴിലുള്ള ഖാദിയാണ്. പറഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? എന്താ തെളിവ് വേണ്ടത്? രണ്ട് സാക്ഷി വേണമെന്ന്. രണ്ട് സാക്ഷിയിൽ തരാൻ തോന്നി. ആരാ നീ? ഒന്നെന്റെ മകൻ ഹസൻ, ഒന്നെന്റെ മകൻ അടിമ കമ്പർ. ഉടനെ ഖാദി പറഞ്ഞു, നിങ്ങളെ മകൻ ഹസൻ ഈ കേസിൽ സാക്ഷിക്ക് പറ്റില്ല. അതെന്താ നീക്കി? നിങ്ങളെ മകനായതുകൊണ്ടല്ലേ. സ്വന്തം മകൻ അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റില്ല. ശറഇന്റെ ശരീഅത്തിന്റെ നിയമം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ മോൻ എന്റെ മോന് സ്വർഗത്തിലെ നേതാവെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് സാക്ഷിക്ക് പറ്റൂലേ? ഇല്ല, സ്വന്തം ബാപ്പാക്ക് അനുകൂലമായിട്ട് പറയാൻ പറ്റൂല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? എടോ മജൂസി, പടത്തൊപ്പി നീ എടുത്തോ, എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്, നീ എടുത്തോ, എനിക്ക് വേറെ സാക്ഷ്യത്തില്ല, ഞാൻ പോവാണ് എന്ന്. അതാണ് ശരിയായ ദീൻ. അപ്പൊ ഈ മജൂസി എന്താ പറഞ്ഞല്ലേ, യഹൂദി എന്താ പറഞ്ഞത്? പോല്ല അമീർ മുഅ്മിനീൻ, പോല്ല, ഈ പടത്തൊപ്പി നിങ്ങളതാന്നുള്ളതിന് മകനല്ല വേറൊരു സാക്ഷി ഉണ്ട് എന്ന് തന്നെയാണ്. ആരാ? ഞാൻ തന്നെയാണ്. കാരണം ഞാനിത് നിങ്ങൾ പോകും വീടൊക്കെ കഥതാ, എനിക്കറിഞ്ഞൂടെ നിങ്ങളാണെന്ന്. അലി റളിയല്ലാഹു അൻഹുവിനോട് എന്നിട്ട് അയാൾ പറയാണ്, ഇത്രയും ശരിയായ ദീനും ശരീഅത്തും നിയമവും നീതിയും നടപ്പാക്കുന്ന ഒരു ദീനാണല്ലോ നിങ്ങളെ ദീന്. ഇത്ര അച്ചടക്കമുള്ള അനുയായികളാണല്ലോ നിങ്ങളെ അനുയായികൾ. ഇത്രയും ശരീഅത്തിന്റെ നിയമം നടപ്പാക്കുന്ന ഖാദിമാരാണല്ലോ നിങ്ങളെ ജഡ്ജിമാര്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിലൊരു മെമ്പറാകുന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മുസ്ലിം സഹോദരൻ മുസ്ലിമായി പോയി.